പാലത്തിക്കാട്. നമസ്കാരം. CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും പാർട്ടിക്ക് അരിശമില്ലേ? പി ജയരാജന് സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമെന്ന് പറഞ്ഞത് കഴിഞ്ഞ വർഷം വരെ പാർട്ടിയുടെ ഭാഗമായിരുന്ന യുവ നേതാവാണ്. അഭ്യൂഹം എന്ന വാക്കില്ലായിരുന്നെങ്കിൽ ഈ പാർട്ടി അല്പം ബുദ്ധിമുട്ടിയേനെ. കഴിഞ്ഞ ദിവസം സ്പീക്കർ ഷംസീറും ഇന്ന് മന്ത്രി MP രാജേഷും പ്രതിപക്ഷത്തെ നേരിടാൻ അഭ്യൂഹ പ്രയോഗത്തിലാണ്. TP കേസിൽ അഭ്യൂഹ പ്രയോഗത്തിനൊടുവിൽ കണ്ണൂർ ജയിലിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ജയരാജന്റെ വിഷയത്തിൽ മനുവിന്റെ പ്രതികരണം പാർട്ടിക്ക് പുറത്തുപോയിട്ടാണ്. പാർട്ടിക്ക് തള്ളാം, ജയരാജനെ പിന്തുണയ്ക്കാം. പക്ഷെ പാർട്ടി മിണ്ടുന്നില്ല. പാർട്ടി പറയണ്ടേ? ഈ വിഷയത്തിൽ പാർട്ടി പറയാത്തതുകൊണ്ട് പാർട്ടി പ്രതിനിധിയില്ല. കോൺഗ്രസിൽ നിന്നും KM അഭിജിത്താണ്. രാഷ്ട്രീയ നിരീക്ഷകൻ KC ഉമേഷ് ബാബു ഉണ്ട്. ഇടത് നിരീക്ഷകൻ M ജയചന്ദ്രൻ. മനു തോമസ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മനു തോമസ് ഉണ്ടോ? മനു തോമസിലേക്ക് വരാം. ആദ്യം ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് പോവുകയാണ്. ശ്രീ M ജയചന്ദ്രൻ കേൾക്കാമോ? ഹലോ 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 ശ്രീ M ജയചന്ദ്രൻ കേൾക്കാമോ? ഹലോ കേൾക്കാം കേൾക്കാം. അവിടെ കേൾക്കുന്നുണ്ടോ? ശരി, താങ്കളെ കാണാൻ പറ്റുന്നില്ല, ഇപ്പോൾ കേൾക്കാനേ പറ്റുന്നുള്ളൂ. പക്ഷേ താങ്കൾ പറഞ്ഞോളൂ. ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പി ജയരാജൻ. പി ജയരാജനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടിപ്പോൾ 2 ദിവസമാകുന്നു. എന്താണ് ഈ വിഷയത്തിൽ പാർട്ടി മിണ്ടാത്തത്? സ്മൃതി, അത് ഈ വിഷയത്തിൽ മനു തോമസ് ഉന്നയിച്ച വിഷയമാണല്ലോ ചർച്ചാ വിഷയമായിട്ടുള്ളത്. അപ്പോൾ അതിൽ മനു CPIM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എതിരായ നിലപാട് സ്വീകരിക്കുകയോ വിമർശിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. ഇടതുപക്ഷത്തിന് പൊതുവിലായിട്ടും അദ്ദേഹത്തിന് വിമർശനമില്ല. പക്ഷേ CPIM നേതാക്കളുമായിട്ടും പ്രത്യേകിച്ചും പി ജയരാജനുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ വിമർശനമുള്ളത്. ആ കാര്യത്തിൽ 2 ദിവസം മുമ്പ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്നു. നമ്മളെല്ലാവരും കാണുകയും ചെയ്തതാണല്ലോ അത്. അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ച് പോയതിന് ശേഷം പിറ്റേന്ന് പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇതുമായി ബന്ധപ്പെട്ട് മനു തോമസിന്റെ വ്യാപാര ബന്ധങ്ങളൊക്കെയാണല്ലോ വിഷയമാക്കിയത്. ആ വിഷയമാണ് പിന്നീട് മനു തോമസിനെയും പ്രകോപിപ്പിച്ചിട്ടുള്ളത് എന്ന് വ്യക്തം. അദ്ദേഹത്തിന്റെ തുടർന്നുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പിന്നീടും പക്ഷേ CPIMനോടല്ല ജയരാജനോടാണ് പ്രശ്നം. അപ്പോൾ അതിൽ എൻ്റെ ഒരു അഭിപ്രായം, അങ്ങനെ ഈ ജില്ലാ സെക്രട്ടറി വ്യക്തമായി നിലപാട് പറഞ്ഞൊരു കാര്യത്തിൽ അതിനുശേഷം അതിന്റെ പിറ്റേന്ന് മറ്റൊരു ദിശയിലേക്ക് ഈ ചർച്ച വഴിമാറുന്ന രീതിയിലേക്ക് പി ജയരാജന്റെ പോസ്റ്റ് ഇടേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു പാർട്ടിയോട് ആലോചിക്കാതെ. അതാണ് ആ തരത്തിലുള്ളൊരു പ്രകോപനം മനു തോമസിന് ഉണ്ടാക്കിയെന്നാണല്ലോ മനസ്സിലാവുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതേസമയം ഇത് ഏത് നിലയ്ക്കാണ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇത് കൈകാര്യം ചെയ്യേണ്ട രീതി കൊണ്ടുവരുന്നതിന് പകരം അങ്ങനെ ഈ പി ജയരാജൻ എന്നുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവിനോട് എല്ലാ ആദരവും ബഹുമാനവും ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പി ജയരാജൻ ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചൊരു വിഷയത്തിൽ. പക്ഷേ ആ പോസ്റ്റ് പിന്നീടിട്ടു. അതിന് മറുപടി മനു പറഞ്ഞു. അതുകൊണ്ട് ഇദ്ദേഹം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, ഖാദി ബോർഡ് വൈസ് ചെയർമാനാണ്. എന്നാൽ ഖാദി ബോർഡോട് ബന്ധപ്പെട്ടോ ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടോ പി ജയരാജൻ എന്ന വൈസ് ചെയർമാനായിട്ട് ബന്ധപ്പെട്ടോ ഒരു തർക്കം മനു തോമസ് ഉന്നയിച്ചിട്ടില്ല. മറ്റു വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ സർക്കാരോ പാർട്ടിയോ ആ കാര്യത്തിൽ സർക്കാർ മറുപടി പറയണം എന്നുള്ള നിലപാടിൽ അർത്ഥമില്ല എന്നുള്ള ഒരു സമീപനമാണ് CPMനുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അവർ മറുപടി പറയേണ്ടതില്ല ഇക്കാര്യത്തിൽ നിന്ന് തീരുമാനിച്ചിട്ടുമുള്ളത്. പിന്നെ CPIMന് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുമുണ്ട്. ധാർമ്മികമായി സ്വാഭാവികമായ ഉത്തരവാദിത്വം ഇല്ല എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ആ പാർട്ടി ആലോചിക്കുമായിരിക്കും. ധാർമ്മികമായ ഉത്തരവാദിത്വത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് മറുപടി പറയുമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഉത്തരവാദിത്വം, ധാർമ്മികമായ ഉത്തരവാദിത്വം, നിയമപരമായ ഉത്തരവാദിത്വമോ പാർട്ടിപരമായ ഉത്തരവാദിത്വമോ അതിനുപരിയായിട്ട് ഈ ഒരു ഉത്തരവാദിത്വം, ധാർമ്മികമായ ഉത്തരവാദിത്വത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് CPIMന് മറുപടി പറയേണ്ട ഒരാവശ്യം അടുത്ത ദിവസങ്ങളിൽ അവർ നിർവഹിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് സമയമായിട്ടില്ല അല്ലേ? സമയമായിട്ടില്ല എന്ന് നമ്മൾ പറയുന്നത് പോലല്ലോ. അവർക്ക് സംഘടന ശ്രീ M ജയചന്ദ്രൻ MV ജയരാജനെ മറികടന്ന്, അതല്ലെങ്കിൽ MV ജയരാജൻ വാർത്താ സമ്മേളനം നടത്തിയ ശേഷം അതിന്മേൽ ഒരു കൂടുതൽ പറയുക എന്ന രൂപത്തിൽ പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ശരിയായില്ല എന്ന അഭിപ്രായമാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ട് പി ജയരാജൻ പ്രതികരിക്കുന്നു?
പി ജയരാജന് ഇപ്പോൾ പിന്തുണ വന്നിരിക്കുന്നത് എവിടെ നിന്ന് എന്ന വിഷയം കൂടി ഉയരുന്നുണ്ടല്ലോ. ആരാണ് പി ജയരാജന് പ്രതിരോധം തീർത്തെത്തിയിരിക്കുന്നത്? ആരാണ്? ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത്, എന്താണോ ആരോപണം ഉന്നയിച്ചത്, ആ ആരോപണം ശരിവെക്കുന്ന രീതിയിലുള്ള സഹായം, പിന്തുണ ഇപ്പോൾ ഒരു ഭാഗത്തുനിന്ന് വരുന്നു, കൊട്ടേഷൻ സംഘത്തിൽ നിന്ന് വരികയാണ്. ഇത്രയും ഗുരുതരമായ വിഷയം പരസ്യമായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കാണുന്ന രൂപത്തിലുണ്ടായിട്ടും സംസ്ഥാന കമ്മിറ്റി അംഗത്തോട് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തേടുകയോ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഒരു നിലപാട് അറിയിക്കുകയോ ചെയ്തിട്ടില്ല. അതിന്മേൽ സമയമായിട്ടില്ല. താങ്കൾ പറഞ്ഞ ഈ ധാർമ്മികമായ വശം, ആ ധാർമ്മികമായ വശത്തിന് ഇനിയും മുഹൂർത്തമായിട്ടില്ല എന്നാണോ? ഇതിന്റെ നാളും നേരവും മുഹൂർത്തവും ആ പ്രശ്നമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ പ്രശ്നം വാസ്തവത്തിൽ ഉണ്ടാകുന്നത് തന്നെ 2021 ജൂൺ 21 കോഴിക്കോട് രാമനാട്ടുകരയിലെ സംഭവം ഉണ്ടല്ലോ, 5 പേരുടെ മരണത്തിനിടയാക്കിയത്. അതിനെ തുടർന്നുള്ള കൊട്ടേഷൻ സംഘം എന്നുള്ള ആ ഒരു ഇതിലേക്ക് തന്നെ കാര്യങ്ങൾ വിശദമായി പിന്നീട് വരുന്നത്. ആ അതിനുശേഷമുള്ള ജൂലൈയിൽ തന്നെ കണ്ണൂരിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 3800ഓളം കേന്ദ്രങ്ങളിൽ പ്രചാരണം നടത്തുന്നുണ്ട് ഇതിനെതിരായിട്ട്. എന്തിന്? മനു തോമസ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നല്ലോ ആ സമയത്ത്, ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് തന്നെ പദയാത്ര നടക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ ഉടനീളം ഇതിനെതിരായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട്. എന്നാൽ 2022 ഏപ്രിലിൽ മനു തോമസ് ഇത് സംബന്ധിച്ച് പാർട്ടിക്ക്, അദ്ദേഹം കൂടെ അംഗമായിട്ടുള്ള ജില്ലാ കമ്മിറ്റിക്ക്, CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് അദ്ദേഹം പരാതി വെക്കുന്നുണ്ട്, രേഖാമൂലം പരാതി നൽകുന്നുണ്ട്. ആ പരാതിയിൽ പിന്നെ ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള ഷാജിറിനെ കൂടെ ചേർത്ത് അദ്ദേഹം ചില കൊട്ടേഷൻ സംഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഈ പറഞ്ഞ ആകാശ് തില്ലങ്കേരിയെ പോലുള്ള ആൾക്കാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന വേറൊരു ഘട്ടമുണ്ട്. അത് മറ്റൊരു സംഗതിയാണ്. പക്ഷേ ഷാജിറിനെ കേന്ദ്രീകരിച്ചാണ് പിന്നീട് മനു തോമസിന്റെ പരാതികൾ ഏതാണ്ട് നിൽക്കുന്നത്. പക്ഷേ പിന്നീട് അന്വേഷിച്ചിട്ട് മനു തോമസിന് നൽകുന്ന മറുപടിയിൽ അല്ലെങ്കിൽ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടിൽ ഒരു ജാഗ്രത കുറവുണ്ടായി ഷാജിറിന് എന്നുള്ളതാണ് പിന്നെ കണ്ണൂർ ജില്ലാ ഘടകം കണ്ടത്. എന്താണ് ജാഗ്രത കുറവ് എന്ന വാക്കിന്റെ അർത്ഥം? എന്താണ് ശ്രീ എം ജയേന്ദ്രൻ, ജാഗ്രത കുറവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? 2021 താങ്കൾ ഈ പറഞ്ഞ പോലെ വലിയ പ്രതിഷേധം, 2021 കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ ജൂലൈ 5 ജില്ലയിൽ 3801 കേന്ദ്രങ്ങളിലാണ് ഡിവൈഎഫ്ഐ പ്രചാരണം നടത്തിയത്. എന്നിട്ട് 2022 ഡിസംബറിൽ തില്ലങ്കേരി പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് മത്സരത്തിൽ ആകാശ് തില്ലങ്കേരിക്ക് ഷാജർ ട്രോഫി നൽകിയിരിക്കുന്നു. 2022 ട്രോഫി നൽകിയിരിക്കുകയാണ്. എന്നിട്ട് ആ പടമൊക്കെ അഭിമാനത്തോടു കൂടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ തില്ലങ്കേരി, അല്ലേ, ആകാശ് തില്ലങ്കേരി. അതിനെതിരെ തില്ലങ്കേരി തള്ളിപ്പറയാൻ പി ജയരാജനെ തന്നെ പാർട്ടി നിയോഗിക്കുന്നു. അങ്ങനെ പി ജയരാജൻ തില്ലങ്കേരിയെ തള്ളി പറഞ്ഞ ശേഷം ഈ ആകാശ് തില്ലങ്കേരിയൊക്കെ എടുത്ത നിലപാട് എന്താണെന്ന് അറിയാമല്ലോ. എന്താണ് പറഞ്ഞത്? ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ തുറന്നു പറയും എന്ന് പറഞ്ഞു, ഭീഷണിപ്പെടുത്തി. എന്നിട്ടിപ്പോൾ അവർ തന്നെ പി ജയരാജന്റെ രക്ഷകരായി എത്തുന്നു. ഇതിനൊക്കെ ജനത്തോട് മറുപടി പറയണ്ടേ? ഇടയ്ക്ക് പിണങ്ങിയും ഇണങ്ങിയും ഒക്കെ നിൽക്കുന്ന കൂട്ടുകാരാണ്. പി ജയരാജനെ രക്ഷപ്പെടുത്താൻ അവരെത്തുന്നു എന്ന് പറയുമ്പോൾ, സ്മൃതി ഇപ്പം അങ്ങനെ പറയുമ്പോൾ പി ജയരാജൻ ഏതെങ്കിലും ആപത്തിൽ അകപ്പെട്ടിരിക്കുകയാണോ ഇപ്പോൾ? എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് കേട്ടോ. പി ജയരാജൻ എന്തെങ്കിലും ആപത്തിൽ അകപ്പെട്ടിട്ടുണ്ടോ ഇപ്പോൾ? എന്താണ് ആപത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാർട്ടിക്ക് അങ്ങനെ തോന്നുന്നില്ല അല്ലേ? രക്ഷപ്പെടുത്താനായിട്ട് പാർട്ടിക്ക് സംഘത്തിന്റെ തലവന്മാർ എന്തോ രക്ഷപ്പെടുത്താനല്ല, പിന്തുണ. പാർട്ടിക്ക് മനു തോമസ് ഉന്നയിച്ച ആരോപണത്തിന് പി ജയരാജൻ ഒരു പോസ്റ്റ് ഇടുന്നു. അതിന് പിന്തുണയുമായി വരികയാണ്. ആ പിന്തുണ എന്തിനാണ്? അല്ല, രക്ഷപ്പെടുക എന്ന് വെച്ചാൽ എന്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. പാർട്ടിയെ സംബന്ധിച്ച് രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തോന്നുന്നെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ. അല്ല, ഓക്കെ. അല്ല, ഞാൻ അങ്ങനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ കാരണം പിന്നെ പി ജയരാജനെ രക്ഷപ്പെടുത്താനായി ഇന്ന കക്ഷികൾ വരുന്നുവെന്ന് സ്മൃതി ചോദിച്ചുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം അങ്ങോട്ട് ചോദിച്ചത്. അങ്ങനെ അല്ലെങ്കിൽ ഓക്കെ, തർക്കമില്ല. എനിക്ക് അതിനകത്ത് പിന്നെ മറ്റു തർക്കങ്ങളില്ല. ഇനി പിന്നെ ഇവര് മറ്റാരോ ഇട്ട പോസ്റ്റിന്റെ ചുവട്ടിൽ അവരുടെ കമന്റ് ഇട്ടു. അതിങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. വളരെ മോശപ്പെട്ട രീതിയിൽ മനു തോമസിനെ ഏതാണ്ട് ഭീഷണിയുണ്ടെന്ന് നമുക്ക് വായിക്കുന്നവർക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അത് വന്നത്. അത് പിന്നീട് പിൻവലിക്കപ്പെട്ടെങ്കിലും അത് അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അത് എന്തുകൊണ്ടാണ്? അത് CPM പറഞ്ഞിട്ടാണോ?
അല്ലല്ലോ. CPM അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു സംവിധാനമല്ലല്ലോ കണ്ണൂര്. ഇപ്പൊ MV ജയരാജൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, സ്മൃതിക്ക് പ്രത്യേകിച്ചും അറിയാം എന്താണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്നുള്ളത്. അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനകം തന്നെ. പക്ഷെ പിന്നീട് അദ്ദേഹമല്ല, MV ജയരാജനോ മറ്റാരെങ്കിലുമോ അല്ല, P ജയരാജനാണ് ഇതിൻ്റെ അത് ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യപ്പെടുന്നത്, അതിന് വിമർശന വിധേയനാക്കുന്നത് മനു തോമസ് ആണ്. അതിന് അദ്ദേഹത്തിൻ്റെ കാരണങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, എന്തുകൊണ്ട് മനുവിന് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ അതാണ് സ്പെസിഫിക് ആയിട്ട് പറയേണ്ടത്. സ്മൃതി, അതാണ് ഞാൻ എല്ലാവരും ശ്രീ ജയേന്ദ്രൻ മനു സ്പെസിഫിക് ആയിട്ട് പാർട്ടിക്കകത്ത് പറഞ്ഞു, ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞിട്ട് മനസ്സിലായിട്ട് അല്ലല്ല അത് പറഞ്ഞോളും. ഇപ്പൊ മനു പറയാത്തതാണോ പ്രശ്നം? പറഞ്ഞിടത്തോളം ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതുമേൽ പാർട്ടി എന്താണ് വിശദീകരിക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. പാർട്ടി ഇതുവരെ മിണ്ടുന്നില്ല. പാർട്ടിക്ക് ഇക്കാര്യത്തിൽ P ജയരാജനെ സംരക്ഷിക്കേണ്ടതില്ല എന്ന നിലപാട് പാർട്ടി എടുക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് ഒന്ന് പോകുന്നു. ശ്രീ KM അഭിജിത്ത്, ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങൾ, ഇപ്പോൾ മനു ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു, ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു. ഇപ്പോൾ മനുവിനെതിരെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ചാനലിനെതിരെയുമൊക്കെ കേസ് കൊടുത്തിരിക്കുകയാണ് P ജയരാജൻ്റെ മകൻ. ഈ ആരോപണങ്ങൾ കള്ളമാണ് എന്ന് അവർക്ക് തെളിയിക്കാൻ കഴിയുമെന്നാണ് കരുതേണ്ടത്. ഈ ഘട്ടത്തിൽ പാർട്ടി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. MV ജയരാജൻ്റെ വാർത്താ സമ്മേളനം ആദ്യഘട്ടത്തിലായിരുന്നല്ലോ. ഈ ഗുരുതരമായ ആരോപണം ഉയർന്ന ശേഷം പാർട്ടി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. നിങ്ങളെ സംബന്ധിച്ച് കണ്ണൂരിൽ CPM രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അല്ല സ്മൃതി, ആയില്യത്ത് കുറ്റ്യാരി ഗോപാലനെ പോലുള്ള ജനനേതാക്കളെ സൃഷ്ടിച്ച പ്രസ്ഥാനം, അതുപോലുള്ള നേതാക്കൾക്ക് ജയ് വിളിച്ച അണികളുള്ള ഒരു നാട്ടിലാണ് ഇന്ന് അർജുനായങ്കിമാരും ഇതേപോലെ ആകാശ് തില്ലങ്കേരിമാരെ പോലുള്ള ക്രിമിനൽ കൊട്ടേഷൻ സംഘ നേതാക്കൾ അത്തരം സ്ഥാനത്തേക്ക് വരുന്നത്. അത് ആരാണ് ഇത്തരം ആളുകളെ സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചാൽ പകൽ പോലെ വ്യക്തമല്ലേ? CPM അല്ലാതെ മറ്റാരുമല്ല. CPMഉം അതിൻ്റെ ചില നേതാക്കളുമാണ് ഇത്തരം ക്രിമിനലുകളെ സൃഷ്ടിക്കുന്നത് എന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് വലിയ ബോധ്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ P ജയരാജൻ, മനു തോമസ് എന്ന് പറയുന്ന DYFI പോലൊരു പ്രസ്ഥാനത്തിനെ പ്രത്യേകിച്ച് കണ്ണൂരിൽ അതിൻ്റെ ജില്ലാ അധ്യക്ഷനായി നയിച്ച, മുൻപ് കോളേജ് യൂണിയൻ ചെയർമാൻ അടക്കമുള്ള, ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്ന ഒരാൾ കണ്ണൂരിലെ രാഷ്ട്രീയത്തിൻ്റെ, കണ്ണൂരിലെ CPMന്റെ പോക്ക് തെറ്റാണ് എന്നും ഇത് തിരുത്തണമെന്നും പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം പരാതി കൊടുക്കുന്നു. ആ പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പരാതിയിൽ മറ്റ് നടപടികളില്ലാതെ ആ ചെറുപ്പക്കാരൻ പാർട്ടിയിൽ നിന്ന് പുറകോട്ട് പോകുന്നു. അവിടെയാണ് അന്ന് താൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് വരുമ്പോൾ ആദ്യം ഇതേ CPMന്റെ തന്നെ, ഇതേ P ജയരാജന്റെ തന്നെ ആർമികൾ കൊടുത്ത വാർത്ത, ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തെ പുറത്താക്കി എന്നുള്ള വാർത്ത കൊടുക്കുന്നത് P ജയരാജൻ ആർമിയുടെ ആളുകളാണ്. സ്വാഭാവികമായിട്ട് അതിനുശേഷമാണ് മനു തോമസിന് എന്നെ പുറത്താക്കിയതല്ല എന്നും ഞാൻ സ്വമേധയാ പുറത്തു പോയതാണ് എന്നും പറയേണ്ട അവസ്ഥ വന്നത്. സ്വാഭാവികമായിട്ട് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗുരുതരമായ പല ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി കൊടുക്കാൻ ആദ്യം കടന്നു വന്നത് P ജയരാജനാണ്. MV ജയരാജൻ പാർട്ടി സെക്രട്ടറി എന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം P ജയരാജന്റെ മറുപടിയാണ് നമ്മൾ ഫേസ്ബുക്കിലൂടെ കാണുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഇതിൽ കോഴിയെ കട്ടവന്റെ തലയിൽ പൂടെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ മനു തോമസ് പേര് പറയാതെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തനിക്ക് നേരെയാണ് എന്ന് വെപ്രാളപ്പെട്ടുകൊണ്ടാണ് P ജയരാജന്റെ മറുപടി ഫേസ്ബുക്കിൽ നമ്മൾ കണ്ടത്. ഇനി ഇത് കണ്ണൂരിലെ പാർട്ടിയിൽ മാത്രം സംഭവിക്കുന്നതല്ലെന്നേ. ഈ നാട്ടിലെ, ഞാനും സ്മൃതിയും അടക്കം ഈ നാട്ടിലെ, കേരളത്തിലെ, പ്രത്യേകിച്ച് കണ്ണൂരിലെ ജനങ്ങൾ അധിവസിക്കുന്ന ഇടത്ത് ഇന്ന് ഈ നാട്ടിൽ കൊട്ടേഷൻ, ലഹരി മാഫിയകൾ, സ്വർണ്ണ കടത്തുകാർ, പൊട്ടിക്കലുകാർ അടക്കമുള്ള നിരവധിയായ മാഫിയകൾ രൂപപ്പെടുകയാണ്. ഈ മാഫിയകളെ എല്ലാം ആരാണ് രൂപപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ മാഫിയകൾക്ക് പ്രത്യേകിച്ച് മലബാർ കേന്ദ്രീകരിച്ച്, കണ്ണൂരടക്കം കേന്ദ്രീകരിച്ച് ഇത്തരം മാഫിയകളെ സംരക്ഷിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടിയാണ് മനു തോമസിന്റെ കത്തും. അതിൻ്റെ മറുപടിയാണ് ആ കത്തിൽ നിന്ന് മറുപടി കൊടുക്കാത്ത, തിരുത്താൻ തയ്യാറാകാത്ത CPMൽ നിന്ന് മനു തോമസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പുറത്തേക്ക് വന്നതും. അപ്പൊ ഇതൊരു കേവലം പാർട്ടിയുടെ വിഷയമല്ല, ഇത് CPMനെ മാത്രം ബാധിക്കുന്ന വിഷയമേ അല്ല. കേരളത്തിന്റെ പൊതുസമൂഹത്തെ ആകമാനം ബാധിക്കുന്ന നടപടികളാണ് ഇന്ന് കണ്ണൂരിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് ശേഷം നമ്മൾ കേട്ട വാർത്ത CPM തിരുത്തലുകളിലേക്ക് പോകുന്നുവെന്ന. എന്ത് തിരുത്തലാണ് ഇവർ നടത്തുന്നത്? ഇവർ തിരുത്തുകയല്ല എന്നും മറിച്ച് തങ്ങളുടെ കൊട്ടേഷൻ സംഘങ്ങളെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുകയാണ് എന്നുമുള്ള നടപടികളും പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നമ്മൾ കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്നാലും ഒരു
കാര്യം നമ്മൾക്ക് ഉറപ്പിക്കാം, കണ്ണൂരിലെ CPM, അത് CPM സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞങ്ങളൊന്നും CPM തകർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളൊന്നുമല്ല. CPM പ്രത്യയശാസ്ത്രം ഇല്ലാതായി, അവരില്ലാതാകുമ്പോൾ അങ്ങോട്ട് കടന്നു വരുന്നത് BJP ആണ്, അങ്ങോട്ട് കടന്നു വരുന്നത് ഹിന്ദുത്വ തീവ്രവാദികൾ അടക്കമുള്ള ആളുകളാണ് എന്നുള്ളത് കൊണ്ട് അവർ ഈ നാട്ടിൽ നിന്ന് ഇല്ലാതാകണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, CPM-ന്റെ ശവപ്പെട്ടിയിൽ ആണി അടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നേതാക്കൾ തന്നെയാണ്. അല്ലായിരുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു ചെറുപ്പക്കാരൻ ന്യായമായ ഒരു പരാതി പറയുമ്പോൾ ആ പരാതി ഒന്ന് മുഖവിലക്കെടുക്കാതെയുള്ള നടപടികൾക്കാണ് CPM നേതൃത്വം കൊടുത്തത്. ഇപ്പം മനുവിൻ്റെ പരാതിയുടെ കോപ്പി നമ്മൾ കണ്ടു. അതിൽ കൃത്യമായി പറയുന്നുണ്ടല്ലോ ആരൊക്കെയാണ് ആ സ്വർണ്ണക്കടത്തുകാരുടെ കൊട്ടേഷൻകാരുടെ പണിയാളുകളായി ഈ പാർട്ടിയിൽ നിന്ന് പണിയെടുക്കുന്നത് എന്ന് പറഞ്ഞു. എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഇപ്പം ബഹുമാനപ്പെട്ട ഇടത് നിരീക്ഷകൻ ഇവിടെ സൂചിപ്പിച്ചു നേരത്തെ 2022 ഈ പറയുന്ന മനു തോമസ് ഒക്കെ ലഹരിക്കെതിരെ അവിടെ പരിപാടി നടത്തിയല്ലോ, DYFI നിലപാടെടുത്തല്ലോ, എടുത്തിരുന്നു. 2022 ഞാൻ മനസ്സിലാക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ അവരൊരു യാത്ര സംഘടിപ്പിച്ചു. ഈ യാത്രയുമായി കടന്നുപോയി അവർ കൂത്തുപറമ്പിലെത്തുമ്പോൾ, ഈ ക്രിമിനലുകളുടെ നാട്ടിലെത്തുമ്പോൾ CPM-ന് മൃഗീയ ആധിപത്യമുള്ള ഇടത്ത് CPM-ന്റെ പരിപാടിക്കിടയിൽ ഈ DYFIയുടെ ജാഥക്കിടയിൽ ഫ്യൂസൂരുകയാണ്. ഒരു CPM-ന്റെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയോ സംഘടനാ പ്രവർത്തകരുടെയോ ഒന്നും നടപടിയല്ലെന്നേ, CPM-ന്റെ അനുഭാവികൾ എന്ന് പറയപ്പെടുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, AK ഗോപാലിനെ പോലുള്ള നേതാക്കളെ സൃഷ്ടിച്ച നാട്ടിലാണ് ഇത്തരം കൊടും ക്രിമിനലുകൾ സൃഷ്ടിക്കപ്പെട്ടതും DYFIയുടെ പോലും പ്രവർത്തനങ്ങൾ അവർ ചോദ്യം ചെയ്യുന്ന നടപടി നമ്മൾ കണ്ടു. പിന്നീട് വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടായി. ഇവരെ തള്ളി എന്ന് പറഞ്ഞു. ആകാശ് തില്ലങ്കേരിക്ക് പാർട്ടിയുമായിട്ടൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞു. ഇത്തരം ആയങ്കിമാർ ഞങ്ങളുടെ കൂടെയില്ലെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് എന്താ നമ്മൾ കണ്ടത്? 2022 ജൂൺ മാസത്തിൽ ജില്ലാ പ്രസിഡന്റ് മനുവും അന്നത്തെ ജില്ലാ സെക്രട്ടറി ഷാജിർ അടക്കമുള്ള ആളുകൾ ഒരു യാത്ര നയിച്ചപ്പോൾ ആ യാത്രയെ വെല്ലുവിളിച്ച ആകാശ് തില്ലങ്കേരിക്ക് ഇതേ ഷാജിർ പോയി ട്രോഫി കൊടുക്കുന്ന ചിത്രം നമ്മൾ കണ്ടില്ലേ? ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി മനു ഒരു പരാതി പറഞ്ഞപ്പോൾ ആ പരാതിയിൽ പിന്നീട് സംഭവിച്ചതെന്താ? ഈ ജയരാജന്റെ അടുപ്പക്കാരനായ ഷാജിറിനെ വലിയ ഗുരുതരമായ ചെറിയ പരാതിയല്ല, പ്രത്യേകിച്ച് കേഡർ സംവിധാനമുള്ള ഒരു സംഘടനയിൽ ജില്ലാ പ്രസിഡന്റ് എല്ലാ തെളിവുകളും സഹിതം ഒരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതി മുഖവിലക്കെടുക്കാതെ, അങ്ങനെയാണ് ആ പരാതി മുഖവിലക്കെടുത്തില്ല എന്ന് മാത്രമല്ല, ആരോപണ വിധേയനായ ഷാജിറിന് നേരെ ഇവർ പ്രൊമോഷൻ കൊടുക്കുകയാണ്. സംസ്ഥാനത്തെ യുവജനക്ഷേമ ബോർഡിന്റെ ഉപാധ്യക്ഷനായിട്ട് നിയമനം കൊടുക്കുകയാണ്. അപ്പൊ എന്താ ഇതിലൊക്കെ നമ്മൾ കാണേണ്ടത്? CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഇങ്ങനെയൊക്കെയാണ്. അവരിവിടെ കൊട്ടേഷൻകാരെ വളർത്തിക്കൊണ്ടിരിക്കും, സ്വർണ്ണ മാഫിയക്കാരെ വളർത്തിക്കൊണ്ടിരിക്കും, ലഹരി മാഫിയക്കാരെ വളർത്തിക്കൊണ്ടിരിക്കും. കൊലപാതക കേസിലൊക്കെ ഇത്തരം പ്രതികൾ ഉണ്ടാകും. അവരെ നിർബാധം ആവശ്യത്തിന് തള്ളിപ്പറയുകയും ആ തള്ളിപ്പറഞ്ഞ് കുറച്ചു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് തങ്ങളുടെ സമീപനമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ്. എന്തായാലും CPM കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമീപനം ആണ് സ്വീകരിക്കുന്നത് എന്ന് നമ്മൾക്ക് വ്യക്തമാകുന്നു. അത് കണ്ണൂരിലെ ജയരാജ ത്രയങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. ആ പ്രശ്നത്തെക്കാൾ ഇത് കേരളത്തിന്റെ പൊതുമനസാക്ഷിയെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും ഉയർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ചോദ്യങ്ങളും ഉയർത്തിക്കൊണ്ടാണ് മനു പുറത്തു വന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിലൊരു കാര്യം കൂടി സ്മൃതി, ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. മനു തന്നെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, എടയന്നൂരിലെ കൊലപാതകം അത് പാർട്ടിക്ക് വേണ്ടിയായിരുന്നില്ല, അത് പൈശാചികമായിരുന്നു. പറഞ്ഞത് മനുവാണ്. അപ്പോൾ ഉത്തരവാദിത്വമുള്ള പദവിയിൽ ഇരുന്നു കൊണ്ട് അന്ന് ഈ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ഒക്കെ സംഘടനയുടെ ഭാരവാഹിക കൂടിയായിരുന്ന ഒരാളാണ് പറയുന്നത് അത് പൈശാചികമായിരുന്നു, അത് ആർക്കും പാർട്ടിക്ക് വേണ്ടിയായിരുന്നില്ല. അങ്ങനെയെങ്കിൽ കൃത്യം ഞങ്ങൾ പണ്ട് ഉന്നയിക്കുന്നു, പ്രിയപ്പെട്ട ഷുഹൈബിനെ കൊന്നുകളഞ്ഞ രാഷ്ട്രീയത്തോട്, പ്രിയപ്പെട്ട TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യൻ, ഇതാ നോക്കൂ, മനു തോമസിനെ പോലെ തന്നെ CPM-ന്റെ തെറ്റായ നടപടികളെ ചോദ്യം ചെയ്തു എന്നതിൻ്റെ പേരിലാണ് 2012 മെയ് മാസം 4-ാം തീയതി ഒരു മനുഷ്യന്റെ മുഖത്ത് 51 വെട്ടി കൊന്നു കളഞ്ഞത്. ആ TP ചന്ദ്രശേഖരനെ കൊന്നതുകൊണ്ട് അവർ അവസാനിച്ചില്ലല്ലോ അവരുടെ പക. ഇന്നും തുടരുന്ന ആ പകയല്ല സ്ഥിതി. ആ പകയിൽ കൃത്യമായി CPM-ന് പാർട്ടിക്ക് പങ്കുണ്ടായിരുന്നുവെന്ന് മനുവിനെ പോലെ ഒരാൾ പറയുമ്പോൾ ഞങ്ങൾ പറയുന്നു, കൃത്യമായ അന്വേഷണം നടക്കണം. ഞങ്ങൾ അന്നേ ആരോപിക്കുന്നു, ഷുഹൈബിന്റെ കേസിൽ അട്ടിമറി നടത്താൻ വേണ്ടിയുള്ള ഇടപെടൽ CPM നടത്തി, മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തി. അത് സത്യമായിരുന്നു എന്ന് തെളിയുകയാണ്. ഞങ്ങൾ അതിലടക്കമുള്ള അന്വേഷണം ആവശ്യപ്പെടുന്നു. ഗുരുതരമായി മനു തോമസ് ഉന്നയിച്ച ആരോപണത്തിൽ അന്വേഷണം വേണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. ശരി, ശ്രീ KC ഉമേഷ് ബാബു, P ജയരാജന് ആരുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണോ മനു ആരോപിച്ചത്? അവർ തന്നെയാണ് ഇപ്പോൾ P ജയരാജന് പിന്തുണയുമായി പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. അത് നൽകുന്ന സൂചന വളരെ വ്യക്തമല്ലേ? അല്ല, അത് ഭഗവത്ഗീതയിലെ പഴയ പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട്. അത്
ഈ പറയുന്ന ഭയവും സംഭ്രമവും ഉണ്ടാകുമ്പോൾ ബുദ്ധി നശിക്കും. ബുദ്ധി നശിക്കുക എന്ന് പറഞ്ഞാൽ സർവനാശമായിരിക്കും എന്നാണ്. വളരെ പഴയതാണ് ഭഗവത്ഗീതയിലെ ഈ പറയുന്ന ശ്ലോകം. അപ്പൊ അതുകൊണ്ട് ഈ ഭയവും സംഭ്രമവും കൊണ്ട് നശിക്കുന്ന നേതാക്കന്മാരുടെയും പാർട്ടിയുടെയും ഒരു ചിത്രമാണ് ഞാൻ ഈ കണ്ണൂരിൽ. കാരണം ഈ മനു തോമസ് നേരത്തെ ഇവരൊക്കെ പറഞ്ഞ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരായിട്ട് DYFI ജാഥ നടത്തിയിട്ട് അതിന്റെ ജില്ലാ പ്രസിഡന്റായ മനു തോമസ് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ പരസ്യമായിട്ട് ഫ്യൂസ് ഊരിയിട്ട് ആ പരിപാടി തടസ്സപ്പെടുത്തിയതാണ് ഈ ഇപ്പോഴത്തെ കൊട്ടേഷൻ സംഘക്കാർ ചെയ്തിട്ടുള്ള ഏറ്റവും CPM-ന്റെ വിപ്ലവ പ്രവർത്തനമായിട്ട് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് മനു തോമസ് DYFIയുടെ ജില്ലാ പ്രസിഡന്റാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. DYFI പോലൊരു സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് സംസാരിച്ചു വെക്കുമ്പോൾ പരസ്യമായി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ട് ആ പ്രസംഗം തടയണമെങ്കിൽ ഈ പറയുന്ന കൊട്ടേഷൻ സംഘങ്ങളുടെ കരുത്ത് അത്രയായിരിക്കണം. അതിനുശേഷമാണ് ഈ കണ്ണൂർ പാർട്ടിയിൽ ഈ പ്രശ്നം ഉയർന്നു വരികയും മനു തോമസ് പരാതി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ജയേന്ദ്രനോടൊക്കെ പറയാനുള്ളത്, ഈ സെലക്റ്റീവായിട്ട് മാത്രം സംസാരിക്കല്ല ജയേന്ദ്രനെ പോലൊരാള്. അതാണ് ഞാൻ പലരെയും തീരെ പരിഗണിക്കാറ് പോലുമില്ല. പക്ഷെ ജയചന്ദ്രൻ അങ്ങനെ ഒരാളാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇവിടുന്നാണ് ഈ കണ്ണൂരിലെ ഈ പ്രശ്നം തുടങ്ങുന്നത്. ഈ കൊട്ടേഷൻ സംഘങ്ങൾക്ക് ഇങ്ങനെ DYFIയുടെ ജില്ലാ ഈ അന്ന് പാർട്ടി സെക്രട്ടറി ഈ P ജയരാജനാണ്. പഴയ കാലത്ത് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള P ജയരാജന്റെ കാറിന് നേരെ ഒരു കല്ല് വന്ന് വീണു എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഒരു മുസ്ലിം ലീഗുകാരനെ ഒരു പാവം പയ്യനെ പിടിച്ചു കൊണ്ടുപോയി വെച്ചിട്ട് ഒരു പകല് മുഴുവൻ വിചാരണ ചെയ്തിട്ട് വെട്ടിക്കൊന്നത്. അത് ചെയ്ത പാർട്ടിയാണ്. DYFI ജില്ലാ പ്രസിഡന്റ് സംസാരിച്ച് നിൽക്കുമ്പോൾ പരസ്യമായിട്ട് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ട് അയാളെ പരിപാടി തടഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല. അവിടെ നിന്നാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അപ്പൊ അതിന് മാത്രം കരുത്തെന്താണ്? ഞാൻ ഈ രണ്ട് സംഭവങ്ങൾ, P ജയരാജന്റെ കാറിന് കല്ല് വന്നു എന്ന് പറയുമ്പോൾ ഒരു പയ്യൻ 17 വയസ്സുള്ള ഒരു പയ്യനെ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നതല്ലേ. ഒരു പകലൊരു വീട്ടിൽ തടഞ്ഞ് അയാൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പുഴ കടക്കുമ്പോൾ പിടിച്ചു കൊണ്ടുപോയിട്ട് ഒരു വീട്ടിൽ തടഞ്ഞു വെച്ചിട്ട് 100 200 വരുന്ന ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ച് വിചാരണ നടത്തി വെട്ടിക്കൊന്ന സംഭവമുണ്ട്. അത് ഈ ജയരാജൻ ചെയ്തതാണല്ലോ, ജില്ലാ സെക്രട്ടറി. ജയരാജന് വാട്സാപ്പിൽ ഈ പറഞ്ഞ ചിത്രം അയച്ചു കൊടുത്തിട്ടാണ് പയ്യനെ വെട്ടിക്കൊന്നത്, ഉറപ്പുവരുത്തിയിട്ട് ഇയാളാണ് കല്ലെറിഞ്ഞെന്ന് പറഞ്ഞിട്ട്. പിറ്റേന്ന് ഈ പറയുന്ന പാർട്ടിയുടെ സർവ്വ ജിഹുകളിലും P ജയരാജനെ കല്ലെറിഞ്ഞ ആള് കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത വന്നത്. പിന്നീട് തെളിഞ്ഞു ഇതിൽ അയാൾക്ക് ഈ പയ്യന് യാതൊരു പങ്കുമില്ല. അയാള് പ്രശ്നം ഉണ്ടായപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചതാണ്. അയാളാണ് പിടിച്ചു കൊണ്ടുപോയി കൊന്നത്. അതേ സ്ഥാനത്താണ് ഈ പറയുന്ന DYFIയുടെ ജില്ലാ പ്രസിഡന്റിന്റെ പരിപാടി പരസ്യമായി തടസ്സപ്പെടുത്തിയ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരായിട്ട് ഒന്നും ഇല്ലാത്തപ്പോഴാണ് അതിനൊരു അഭിമാന പ്രശ്നമുണ്ട്. അതൊരു ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതാണ് DYFIയുടെ മനു തോമസ് എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നം തോന്നി. DYFI എന്ന് പറയുന്ന സംഘടനയെ പ്രസിഡന്റിനെ അവമാനിക്കുമ്പോൾ സംഘടനയെ അവമാനിക്കുകയാണ്. അങ്ങനെ ആരും ചെയ്യാറില്ല. ഏതെങ്കിലും പാർട്ടിക്കാർ ഈ പറയുന്ന എവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോൾ അവിടെ പോയി ഇങ്ങനെ ചെയ്യാൻ ആരെങ്കിലും ഇപ്പോഴത്തെ കേരളത്തിൽ മുതിരാറുണ്ടോ? എൻ്റെ അറിവിലില്ല. ഏത് ചെറിയ സംഘടനയുടെയും നേതാക്കന്മാർ പ്രസംഗിച്ചിരിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു ജനാധിപത്യ രീതി. അത് തടഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെയാണ് മനു തോമസ് ഇതിന്റെ പിറകിൽ ആരാണ്, എന്താണ് ഈ കൊട്ടേഷൻ സംഘങ്ങളുടെ കരുത്ത് എന്നൊക്കെ പറഞ്ഞത് അന്വേഷിച്ചിട്ട് പരാതിയുമായിട്ട് പാർട്ടിക്ക് അകത്തുന്നയിച്ചതാണ്. എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ CPM എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് അന്നും ഇന്നും ഒക്കെ അറിയുന്ന ഒരു സംവിധാനമല്ലേ. ശരി, മനു തോമസ് ഇപ്പോൾ അറിയാം. അതുകൊണ്ട് അല്ല ഞാൻ പറയട്ടെ, ഞാൻ ഇതൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കാം. അങ്ങനെ പരാതി ഉന്നയിച്ചു. ആ പരാതിയിൽ ഒരു നടപടി ഇല്ലാതായപ്പോൾ സാധാരണഗതിയിൽ ആത്മാഭിമാനമുള്ള മനുഷ്യർ സ്വീകരിക്കുന്ന ഒരു വഴിയുണ്ട്. എന്താ വഴി ചോദിച്ചാൽ എന്നാ നിർത്തിപ്പോകാം, വിട്ടുപോകാം എന്നുള്ളതാണ്. അത് ഒരു മനഃശാസ്ത്രത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കിയാൽ അഭിമാനികളായ മനുഷ്യരെ ഇപ്പോൾ മാത്രമല്ല കേരള ചരിത്രത്തിൽ എത്രയോ മനുഷ്യന്മാര് പല പാർട്ടികളിലും മറ്റു പല സ്ഥാപനങ്ങളിലും പത്രാഫീസിൽ ഇറങ്ങിപ്പോയ ആളുകളുണ്ട്. ഇറങ്ങിപ്പോകുക എന്നുള്ളത് ഇപ്പൊ നവോത്ഥാനം എന്ന് പറഞ്ഞിട്ട് നാട് മുഴുവൻ പ്രസംഗം കേൾക്കുന്നുണ്ടല്ലോ. ഗുരു ശ്രീനാരായണൻ അദ്ദേഹത്തിന്റെ പേരിൽ 1903 ഉണ്ടായിത്തീർന്ന സംഘടനയിൽ ഒരു കത്തെഴുതി കൊടുത്തിട്ട് ഇറങ്ങിപ്പോയ ഒരാളാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് എനിക്ക് നിങ്ങളോട് യോജിക്കാതിരിക്കാൻ ഇങ്ങനെയൊക്കെ കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. കേരള ചരിത്രത്തിൽ ആത്മാഭിമാനികളായ മനുഷ്യർ, തത്വദീക്ഷയുള്ള മനുഷ്യർ, അവരൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. ഒരാൾ മാത്രമല്ല.
അപ്പോൾ അങ്ങനെ അതൊരു വഴിയാണ്, മനഃശാസ്ത്രത്തിന്റെ ഭാഷയിൽ മനുഷ്യർ സ്വീകരിക്കുന്ന ഒരു വഴിയാണ്. ശരി, ആ വഴിയാണ് ഇറങ്ങിപ്പോക്കലും ഒരു മനു തോമസ് രാഷ്ട്രീയമാണ്. സ്വീകരിച്ചത്. ഏതായാലും മനു തോമസ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. മനു തോമസ്, ഇപ്പോൾ ദിവസം ഇത്രയായിരിക്കുന്നു, ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണല്ലോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം MV ജയരാജന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം നടന്ന സംഭവവികാസങ്ങൾ എന്തുകൊണ്ടായിരിക്കാം ഇപ്പോഴും പാർട്ടി ഈ വിഷയത്തിൽ ഒന്നും മിണ്ടാത്തത്? P ജയരാജനോട് യോജിപ്പില്ല എന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ P ജയരാജന് വേണ്ടി മിണ്ടാതിരിക്കുകയാണോ? എന്താണ് താങ്കളുടെ മനസ്സിലാക്കൽ? അല്ല, CPM അങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ച് അങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടില്ല ഇപ്പം. അത് ചർച്ച ചെയ്തിട്ടൊക്കെ പ്രതികരിക്കാൻ സാധ്യത ഉണ്ടായിരിക്കുള്ളൂ. അതിനകത്ത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. CPM സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെയല്ലേ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്? സാധാരണഗതിയിൽ പാർട്ടി പ്രതിരോധിക്കണ്ടേ? അല്ല, അത് പ്രതിരോധിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ളത് അവർ തീരുമാനിച്ച് പറയേണ്ട കാര്യമായിരിക്കും. അത് എനിക്കതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇപ്പം പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനുവിന്റെ മനസ്സിലാക്കൽ എന്താണ്? അല്ല, അത് ഞാൻ എങ്ങനെ മനസ്സിലാക്കി പറയാൻ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അല്ല, ഈ പാർട്ടിയെ അറിയാമല്ലോ, ചില കാര്യങ്ങൾ മാത്രം പറയാം, ചിലത് പറയേണ്ടതില്ല എന്നൊരു നിലപാടാണോ മനുവിനുള്ളത്? കാരണം പുറത്തേക്ക് ഇറങ്ങിയ ശേഷം മോശം പ്രവണതയെക്കുറിച്ച് താങ്കൾ പറയുന്നുണ്ട്. ആ മോശം പ്രവണതയ്ക്ക് ദൃക്സാക്ഷിയാണ് മനു. അപ്പോൾ ഒരു തരത്തിൽ അതിന്റെ ഭാഗമായി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് മനുവിന്. ഇപ്പോൾ ചില വൈകൃതങ്ങളെക്കുറിച്ചൊക്കെ താങ്കൾ ചൂണ്ടിക്കാണിച്ചല്ലോ, എടവനക്കാടിലെ വൈകൃതം. അപ്പോൾ ആ വൈകൃതം എന്ന് പറയുന്നത് എന്തായിരുന്നു എന്ന് പിന്നീട് വ്യക്തമാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതിന്റെ ഭാഗമായി നിൽക്കേണ്ടി വന്നു എന്നത് ഒരു സാക്ഷിയുടെ പ്രതികരണമായിട്ട് വേണം കാണാൻ. അതെ, ഞാനത് നേരത്തെ വിശദീകരിച്ചൊരു കാര്യമാണ്. അതിനുള്ളിൽ കൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിച്ചു, തിരുത്തൽ വരുത്താൻ ആവശ്യമായ ഇടപെടൽ നടത്തി, ക്യാമ്പയിനുകൾ നടത്തി. അപ്പോൾ നമുക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായി. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനകത്തുനിന്ന് ഇറങ്ങി നടക്കുകയാണ്. അത് അതിന് പരിമിതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട്. അപ്പൊ ഈ നേരത്തെ ഇവിടെ ഇറങ്ങിപ്പോകുന്നതിന്റെ സമരത്തെ കുറിച്ച് പറഞ്ഞു. ഈ CPM ഉണ്ടായത് ഇറങ്ങി വന്നുകൊണ്ടാണല്ലോ, അല്ലാണ്ട് യോജിച്ച് അതിനകത്ത് ഇരുന്നിട്ടല്ലോ. ആ ഈ ഇറങ്ങി വരുന്ന ഒരു പ്രതിഷേധത്തിനൊക്കെ ഒരു സമരരൂപം തന്നെയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ. അപ്പം ഞാനങ്ങനെ ഒരു വ്യക്തിയായി ഇറങ്ങി വന്ന് ഞാൻ പിന്നെ നിശബ്ദമായി നിൽക്കാം. നിശബ്ദതയും ഒരു സമരമാണ്. അപ്പോ അങ്ങനെ ഒന്നാണ്. അപ്പോ ആണ് ഈ പറഞ്ഞ നമ്മളെ വീണ്ടും കൊത്തിക്കീറാനുള്ള, സമൂഹത്തിൽ താറടിച്ച് കാണിക്കാനുള്ള ശ്രമമൊക്കെ ഈ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അപ്പം പിന്നെ എനിക്കത് വിശദീകരിക്കണമെന്ന് തോന്നി. അങ്ങനെ വിശദീകരിച്ചു. അവിടെ കൊലവിളി ഉണ്ടായി. അപ്പോ ആ കൊലവിളി ഉണ്ടായപ്പോ അവിടെ ഇനിയിപ്പം പറയേണ്ടത്, അവര് പറഞ്ഞ അനുസരിച്ച് കൊലവിളി ഞങ്ങൾ കണ്ണൂരിലെ പാർട്ടി സംഘടനയ്ക്ക് വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പാർട്ടി സംഘടന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിനെ സംബന്ധിച്ച് ഇനി മറുപടി പറയണം. ഇതൊക്കെയാണ് എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. മനുവിന്റെ ആരോപണത്തിൽ കൊട്ടേഷൻ സംഘത്തിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നത് P ജയരാജന്റെ മകനാണ് എന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു. ഇപ്പോൾ മനുവിനെതിരെ ഇപ്പോൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയാണ് P ജയരാജന്റെ മകൻ. അതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്? അല്ല, അത് നിയമ സംവിധാനത്തിനടുത്ത് വന്നല്ലേ. അവര് നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നല്ലേ. ഇത് നല്ല ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിയമത്തിന് അംഗീകരിക്കുകയും നിയമ സംവിധാനത്തെയൊക്കെ പിന്നെ ഉപയോഗിക്കുകയും ചെയ്യുക എന്നത് നല്ല കാര്യമാണ്. തീർച്ചയായും ഞാനും നിയമം പഠിച്ച ആളാണ്, നിയമത്തെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വഴിക്ക് തന്നെ പോവുക എന്നുള്ളതാണ്. അവർ ഈ നിയമത്തെയൊക്കെ ആളുകളെ കൈകാര്യം ചെയ്യുന്നതിന് നിയമമൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞത് നല്ല കാര്യമാണ്. മനു തോമസ്, ഇപ്പോൾ പാർട്ടിക്കകത്ത് ജയരാജന്മാർക്കിടയിൽ വ്യത്യസ്ത സമീപനം, വ്യത്യസ്ത നിലപാടുകൾ, അവർ വ്യത്യസ്ത ഗ്രൂപ്പുകളായി തന്നെ നിൽക്കുന്നു എന്നുള്ള വാർത്തകൾ. ഇപ്പോൾ ഏത് സമയത്താണ് താങ്കൾ പ്രതികരിച്ചിരിക്കുന്നത് എന്നതും പ്രധാനമാണ്. പാർട്ടി പരാജയത്തെക്കുറിച്ച് പഠിക്കുന്നു, അതിന്മേൽ എന്ത് നടപടി വേണമെന്നുള്ള ആലോചനയിലേക്ക് കടക്കുന്നു. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി ചേരുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു തിരുത്തൽ നടപടി ഉണ്ടാകും. ആ തിരുത്തൽ നടപടി കണ്ണൂരിലെ തന്നെ ഒരു നേതാവിനെതിരെ ഉണ്ടായേക്കാം എന്നുള്ള അഭ്യൂഹങ്ങൾക്കിടെയാണ് താങ്കൾ P ജയരാജനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അത് മറ്റു ചില നേതാക്കൾക്ക് വേണ്ടിയാണ് എന്ന ആരോപണം വന്നാൽ അതിനെന്താണ് മറുപടി? എനിക്ക് അങ്ങനത്തെ യാതൊരു തരത്തിൽ മൗഢ്യവുമില്ല. അതായത് ഇവിടെ
മേഖലകൾക്ക് നമ്മൾ കാര്യം ചർച്ച ചെയ്താൽ ഡൽഹിയിൽ ചേരുന്ന CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അത് പരിഗണിച്ചിട്ട് തിരുത്തൽ വരുത്തുമെന്നുള്ള യാതൊരു ധാരണയും അതിനെ സംബന്ധിച്ചില്ല. തെറ്റിദ്ധാരണയും അതിനെ സംബന്ധിച്ച് എനിക്കില്ല. അതുകൊണ്ട് അതൊക്കെ വെറുതെ നമ്മളിങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. CPM അതിന്റെ ഒരു രീതിയുണ്ട്. അവര് കുറെ കാലം മുമ്പുള്ള കാര്യമായിരിക്കും ഇപ്പൊ ചർച്ച ചെയ്യുക. അപ്പൊ അത് ചർച്ച ചെയ്ത് പിന്നീട് അത് ജനങ്ങളിലേക്ക് എത്തുന്ന അതിനൊരു സമയം ഒരുപാട് എടുക്കുന്ന സംഘടനയാണ്. അപ്പൊ കാലഘട്ടം ഒരുപാട് മാറും. അപ്പോഴേക്കും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അത് ഏതായാലും ഈ കാര്യങ്ങൾ സ്വാഭാവികമായും തിരുത്തൽ വരുത്തിയാൽ ജനങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കിയ നല്ല കാര്യമാണ് എന്നുള്ളത് മാത്രമേ എനിക്ക് അതിനകത്ത് അഭിപ്രായം പറയാനുള്ളൂ. മനു, ഇപ്പോൾ ഈ കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധം, അവരെ ഉപയോഗപ്പെടുത്തൽ, ഇതൊക്കെ P. ജയരാജൻ എന്ന ഒരു നേതാവിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ? വേറെ ആരെക്കുറിച്ചും താങ്കൾ പറഞ്ഞതായി കേട്ടില്ല. ഞാൻ ഈ പറഞ്ഞ ആളുകളുടെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. ശരി, അവര് സ്വയം വെളിപ്പെടുകയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ CPM കണ്ണൂരിലെ പാർട്ടിക്കകത്തുണ്ടായ പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോ ഞാൻ ആരുടെയും പേര് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലല്ലോ. ആ പ്രത്യേക കാലഘട്ടത്തിൽ താങ്കൾ അതിനോട് കലഹിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്താണല്ലോ. ആ കാലഘട്ടം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ആ പ്രവണത തുടരുന്നുണ്ട് എന്ന് വ്യക്തമല്ലേ? തീർച്ചയായും. അപ്പോൾ അതിന് ഉത്തരവാദിത്വം വേറെ ആർക്കൊക്കെയാണ്? ഇപ്പോൾ പാർട്ടിയുടെ നേതൃത്വം വഹിക്കുന്നവർക്കും അതിന് ഉത്തരവാദിത്തമില്ലേ? അല്ല, തീർച്ചയായും ആരാണോ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ അവരെല്ലാം ഇത്തരം കാര്യങ്ങളെ അഡ്രസ് ചെയ്യേണ്ടവരാണ്. ഇപ്പോൾ CPM പരസ്യമായി തള്ളിപ്പറഞ്ഞതാണ് ആകാശ് തില്ലങ്കേരിയെ. പക്ഷേ ആകാശിന്റെ ഫേസ്ബുക്കിലെ പ്രൊഫൈൽ പിക്ചറിന് ഇപ്പോഴും CPM അംഗങ്ങളുടെയും അനുഭാവികളുടെയും ലൈക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാർട്ടി തള്ളിയപ്പോഴും പാർട്ടി പ്രവർത്തകർ ഇവരെയൊന്നും തള്ളിക്കളയുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് മനു? അതതിന്റെ ദൈന്യതയാണ് സത്യത്തിൽ. ഒരു സംഘടനാപരമായ ഒരു ദൈന്യതയാണത്. ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കുറെ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോഴും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒരു ഭയങ്കര പരാജയമാണ്. എങ്ങനെയാണ് പാർട്ടി അണികൾക്കിടയിൽ ഇവർ സ്വീകാര്യരാവുന്നത്? ഈ കൊട്ടേഷൻ സംഘങ്ങൾ എങ്ങനെയാണ് സ്വീകാര്യരാകുന്നത്? അവരെ സംബന്ധിച്ചോളം അവർ ഈ ഫേസ്ബുക്കിനകത്ത് എഴുതുന്ന വിപ്ലവ സാഹിത്യം കേട്ടിട്ട് ആണ് കുറെ ആളുകൾ ആവേശഭരിതരായിട്ട് അവരുടെ കൂടെയൊക്കെ കൂടിയിട്ടുള്ളത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇവർ എഴുതി വിടുന്ന അല്ലെങ്കിൽ ഇവരാരെ കൊണ്ട് എഴുതിക്കുന്നതാണെന്ന് എനിക്കറിയില്ല. ഭയങ്കര വിപ്ലവ സാഹിത്യം എഴുതുന്നവരാണല്ലോ ഇവരൊക്കെ. അപ്പം അതിൽ വല്ലാണ്ട് അഭിരമിച്ചു പോയി കുറെ പാവങ്ങളൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ചിലര് നല്ല ബോധപൂർവ്വം സാമ്പത്തിക താല്പര്യമൊക്കെ വെച്ചുകൊണ്ട് ഇവരോട് കൂട്ടിയേറുന്നവരുമുണ്ട്. എന്തായാലും അവരെയൊക്കെ ആ തെറ്റിദ്ധാരണയൊക്കെ മാറ്റാൻ പാർട്ടി ശ്രമിച്ചാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമാവും, സമൂഹത്തെ സംബന്ധിച്ചും ഗുണകരമാവും. മനു, ഇപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ആ കേസുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കുകയാണ്. മനുവിനെതിരെ കേസ് കൊടുക്കുന്നു, മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ താങ്കളുടെ മറുപടിയിൽ ചില കാര്യങ്ങൾ വ്യക്തമാണ്. നിയമപരമായി നീങ്ങുകയല്ലേ? അതായത് നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇതുവരെ ചെയ്തത്. നിയമപരമായി ചെയ്യുന്നതിനെ ഏതായാലും സ്വാഗതം ചെയ്യുന്നു. അതല്ലേ താങ്കളുടെ മറുപടിയുടെ അർത്ഥം? അതെ. അപ്പോൾ ആ ആരോപണത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും അതെ. അല്ല, ഞാനിങ്ങനെ ഉറച്ചു നിൽക്കുകയല്ലേ എന്ന് ചോദിച്ചതിന് എനിക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, ബോധ്യമില്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എപ്പോ ഉറച്ചു നിൽക്കും. അതായത് കൊട്ടേഷൻ സംഘത്തിന്റെ കോർഡിനേറ്റർ ആണ്. അതെ, ആ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായ ബോധ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. വീണ്ടും നമ്മളതിങ്ങനെ വീണ്ടും ആവർത്തിക്കുന്ന ഒരു അർത്ഥമില്ലല്ലോ. പക്ഷെ മനു, ഇതൊക്കെ തെളിയിക്കേണ്ടി വരില്ലേ? നിയമപരമായി നീങ്ങുമ്പോൾ സ്വാഭാവികമായും തെളിയിക്കേണ്ടി വരും. അങ്ങനെ തെളിവുകൾ പക്കലുണ്ടോ? അതൊക്കെ വരും ദിവസങ്ങളിൽ തെളിഞ്ഞോളും. വരും ദിവസങ്ങളിൽ ഇനി പൊട്ടിക്കാൻ ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അങ്ങനെയാണോ? ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടോളാം കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ. അല്ല, ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയെന്നല്ല, നിയമപരമായി നീങ്ങുമ്പോൾ നിയമപരമായി മുന്നോട്ട് വെക്കേണ്ട തെളിവുകളുണ്ട്. അത് കയ്യിലുണ്ടോ? തീർച്ചയായും ഉണ്ട്. അതായത് പാർട്ടിയുടെ ഭാഗമായി നിന്ന ഘട്ടത്തിൽ ചില തെളിവുകൾ കയ്യിൽ എത്തിയിട്ടുണ്ട്. അല്ല, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മനു, ഇപ്പോൾ നിയമത്തിന്റെ വഴി തേടിയത് നല്ല കാര്യമാണ്. അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
മനുവിന് ഈ പാർട്ടി നേരെയാകും എന്നുള്ള ഒരു വിശ്വാസവുമില്ല അല്ലേ? പാർട്ടി നേരെയാ. ഞാനും ഈ ഒരു കാര്യം വിശ്വസിക്കുക എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. വിശ്വാസം എന്ന് പറയുന്ന പ്രക്രിയ തന്നെ തെറ്റാണ്. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. നമ്മൾ വിശ്വസിച്ചാൽ മാത്രം അത് അങ്ങനെ ആകുക, പാർട്ടി നന്നാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വാസം കൊണ്ട് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? അതിൽ പ്രസക്തിയില്ല. അതൊരു പ്രതീക്ഷ, വാക്കുമാറ്റാം. അതാണ് പ്രതീക്ഷയില്ല. പ്രതീക്ഷ തീർച്ചയായും പ്രതീക്ഷിക്കാതൊന്നും ഇരിക്കില്ല. ഞാൻ എന്തായാലും പ്രതീക്ഷ ഉള്ള ആള് തന്നെയാണ്. അതായത് വരും ദിവസങ്ങൾ പി ജയരാജൻ നടത്തിയ പ്രതികരണത്തെ തള്ളിക്കൊണ്ട് പാർട്ടി വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? അല്ല, നമുക്ക് നമ്മളെല്ലാം സ്വപ്നം കാണുന്നവരോ, സ്വപ്നം കാണാൻ നമുക്ക്. ഇപ്പോൾ മനു ധാർമ്മികമായി ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ പുറത്തേക്ക് ഇറങ്ങിയത് തന്നെ ഒരു രാഷ്ട്രീയമാണെന്നുള്ള അഭിപ്രായമൊക്കെ വന്നു കഴിഞ്ഞു. താങ്കളെപ്പോൾ സ്വാഗതം ചെയ്യുന്നുണ്ട് കോൺഗ്രസ്, താങ്കളെപ്പോൾ സ്വാഗതം ചെയ്യുന്നുണ്ട് BJPയും. അപ്പോൾ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഭാഗമാകാൻ ആലോചനയുണ്ടോ? ഞാൻ അത് വ്യക്തമാക്കിയതാണ്. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ അതിനകത്തുനിന്ന് ഇറങ്ങി ഞാൻ സ്വതന്ത്രമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോ ഇതൊക്കെ പറയാനുണ്ടായ ഒരു സാഹചര്യം രൂപപ്പെട്ടെടുത്ത് ഞാനിപ്പോൾ ഈ സമൂഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യത്തെ കുറിച്ച് ഞാനിപ്പോൾ ആലോചിച്ചിട്ടില്ല. DCC പ്രസിഡന്റ് എന്ന് സ്വാഗതം പറഞ്ഞു, കണ്ണൂർ DCC പ്രസിഡന്റ്. അല്ല, ആളുകളെ സ്വാഗതം ചെയ്യുക എന്നുള്ളത് നല്ല കാര്യമല്ലേ? ആളുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഗതം ചെയ്യുക എന്നുള്ളത് നല്ല കാര്യമാണ്. അതിനെ ഞാനും സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഒരു സ്ഥലത്തുനിന്ന് ഇറങ്ങി ഒരാൾ പുറത്തു വന്നാൽ അയാളെ സ്വാഗതം ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഒരു നമ്മുടെ നാട്ടു രീതിയാണ്. അതൊക്കെ മനുഷ്യർ ചെയ്യും. അല്ല, മനുവിന്റെ ആലോചന എന്താണ്? ഞാൻ അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാനൊന്നും ആലോചിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ആ ആലോചനയുമായിട്ട് ഇറങ്ങിയ ആളല്ല. ശരിയാണ്. ഇറങ്ങിയ ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ ദിവസങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? വീട്ടിലിരിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇത്തരം കാര്യങ്ങളെ വൈകാരികമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അന്നും കണ്ടിട്ടില്ല, ഇന്നും കാണുന്നില്ല. അല്ല, മനുവിനെ സംബന്ധിച്ച് മനു ഒറ്റയ്ക്കല്ലല്ലോ, മനുവിനൊരു കുടുംബമുണ്ട്. വീടുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഉണ്ടാകാം. ഇപ്പോൾ മനുവിന് പോലീസ് സംരക്ഷണം എന്നുള്ള വാർത്തയൊക്കെ രാവിലെ വരുന്നുണ്ടായിരുന്നു. പിന്നീട് പോലീസ് അവിടെ റോന്തു ചുറ്റുന്നു എന്നുള്ളതാണ്, നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത. ആ നിരീക്ഷണത്തിന് രണ്ടർത്ഥമുണ്ട്. മനുവിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാകാം, അല്ലെങ്കിൽ മനുവിൻ്റെ അടുത്തേക്ക് വരുന്നവരെ നിരീക്ഷിക്കുകയാകാം. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ ഇതൊന്നും പ്രത്യേകിച്ച് ഒരർത്ഥത്തിലും കാണുന്നില്ല. ഞാനിങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം അതുപോലെ ഞാനിപ്പോൾ മറുപടി പറഞ്ഞു പോകാനും എനിക്ക് പറ്റില്ല. കാരണം വെച്ചാൽ ഞാൻ പോലീസിനെ സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പൊ പിന്നെ അവരെ വന്ന് നിരീക്ഷിക്കുന്നു പറയുന്നതിന് ഞാൻ എന്താ പ്രതികരിക്കേണ്ടത്? അല്ല, ഭീഷണി വരുന്നത് കൊട്ടേഷൻ സംഘത്തിൽ നിന്നാണല്ലോ. അതെ, അതിനിപ്പോ എന്താ ചെയ്യാൻ കഴിയും? അവരുടെ വായും മൂടിക്കെട്ടാൻ എനിക്ക് പറ്റില്ലല്ലോ. അവര് പറയുകയോ ഇനി അത് നടപ്പിലാക്കുകയോ എന്താണ് ചെയ്യട്ടെ? നമുക്ക് മുന്നിൽ TP എന്നൊരു കേസ് മുന്നിലുണ്ടല്ലോ. അതിൽ ആ ഭീഷണി എന്നുള്ളത് ഒരു പ്രസംഗത്തിലായിരുന്നു ആ ഭീഷണി വന്നത്. ഇത് അങ്ങനെയല്ല, ഇത് സംഘം തന്നെ വേറെയാണ്. ആ സംഘത്തിന്റെ ഭീഷണി തന്നെയാണ് വരുന്നത് ഫേസ്ബുക്കിലൂടെ. അപ്പോൾ അത് അല്പം ഗൗരവത്തിൽ കാണേണ്ട വിഷയമല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ നിൽക്കുന്ന ഒരാളെ കൊല്ലുക എന്നുള്ളത് ഒരു ഏതൊരു ഭീരുവിനും പറ്റുന്ന കാര്യമാണ്. അവർക്കത് ചെയ്യുന്നുണ്ട്, അവർ ചെയ്തോട്ടെ. ഞാൻ സംസാരിച്ച കാര്യത്തെ അഭിസംബോധന ചെയ്യാൻ, പിന്നെ അതിനെ മറുപടി പറയാൻ പറ്റാത്തടത്തായിരിക്കുമല്ലോ അവർക്ക് എന്നെ നിശബ്ദമാക്കണം തോന്നുന്നു, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അതവർ ചെയ്യട്ടെ. അതിൽ വേറെ ഇപ്പൊ ചെയ്യാം. ഒരു സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യം സ്റ്റേറ്റ് ചിലപ്പോൾ നിരീക്ഷിക്കുന്നുണ്ടാവും, സംരക്ഷിക്കുന്നുണ്ടാവും, ചെയ്യുന്നുണ്ടാവും. അവരുടെ വഴി ചെയ്യട്ടെ. ഇനി ഞാനിപ്പോ ഇതിനകത്തൊന്നും ആളല്ല. കാരണം ഞാൻ ഇങ്ങനത്തെ ഇത്തരം കാര്യങ്ങളൊന്നും വിചാരിച്ചിട്ടല്ല ഇതിന്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു ഇതൊന്നും. ഇപ്പം അതിൽ കൂടുതൽ എനിക്കിപ്പോ എന്താ പറയാൻ കഴിയുക? ഇന്നിപ്പോൾ സഭയിൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചു. അപ്പോൾ അതിനെ നേരിട്ടത് മന്ത്രി MP രാജേഷിന്റെ പ്രതികരണമാണ്. അഭ്യൂഹം എന്ന വാക്ക് വന്നു, വ്യാജോക്തി എന്ന വാക്ക് വന്നു. അപ്പോൾ അഭ്യൂഹമാണ് ഈ വരുന്ന കാര്യങ്ങളൊക്കെ എന്നാണ് പാർട്ടിയുടെ ഭാഗമായി സർക്കാർ തന്നെ പറയുന്നത്.
എനിക്കതിന്റെ വിശദാംശം അറിയില്ല. ഇന്ന് സഭയിലുണ്ടായതാണ്. അതെ, ഞാനതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അല്ലെങ്കിലും എനിക്കതിനോട് പ്രതികരിക്കാനുമില്ല. അതായത് ഞാൻ പറയുന്നത്, ഞാനിപ്പം എനിക്ക് ഇതിനെതിരായി വരുന്ന പ്രതികരണങ്ങളെല്ലാം മറുപടി പറയാൻ ഞാൻ ആളല്ല. എനിക്ക് ക്ലിയർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ശരി, എന്റെ ബോധ്യത്തിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ശരി മനു. ഇപ്പോൾ പാർട്ടി പ്രതിനിധികൾ ചർച്ചയിലില്ല. ഇടതു നിരീക്ഷകൻ എം ജയചന്ദ്രനാണ് നമ്മോടൊപ്പം ഉള്ളത്. ശ്രീ ജയചന്ദ്രൻ, മനു തോമസ് പറഞ്ഞത് കേട്ടല്ലോ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? മനു വളരെ സുവ്യക്തമായ നിലയിൽ തന്നെയാണല്ലോ സ്വന്തം നിലപാട് ആർജവത്തോടെ പറഞ്ഞത്. ആ നിലപാടിനോട് ഒരു തരത്തിലുള്ള വിയോജിപ്പും എനിക്കില്ല. കാരണം പ്രതീക്ഷ വെച്ച് പുലർത്താനുള്ള അവകാശം ഉള്ള CPM-ൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്ന് തന്നെയാണ് മനു എപ്പോഴും പറയുന്നത്. പിന്നെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് അടിസ്ഥാനപരമായ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് എന്തിനാ വിശ്വസിക്കണം? ഞാൻ ഈ പല ചർച്ചകളിലും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു. മനു ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള എവിഡൻസ് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം റിപ്പോർട്ടർ ചാനൽ തന്നെ അത് ക്ലിയർ ചെയ്യുന്നു, ഉണ്ട്, ഞാൻ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വ്യക്തത എൻ്റെ കയ്യിലുണ്ട് തരാനായിട്ട്. വേണ്ടി വന്നാൽ അത് നിയമപരമായിട്ടല്ലേ ഇപ്പം പോയിരിക്കുന്നത്, നിയമപരമായി തന്നെ കൊടുത്തുകൊള്ളാം. അതാണ് സ്വാഗതാർഹമാണ് ആ നീക്കം. നിയമവിരുദ്ധമായി നീങ്ങുന്ന ഒരു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് നിയമപരമായി നീങ്ങുന്ന നിലയിലേക്ക് നീങ്ങുന്നത് നല്ല കാര്യമാണ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അത് സ്വാഗതാർഹമാണ്. പക്ഷേ ഞാൻ തുടക്കത്തിലെ തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹം CPM-ന് എതിരായിട്ടുള്ള നിലപാടുകൾ വെച്ച് പുലർത്തുന്നില്ല, പറയുന്നുമില്ല. ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള നിലപാടും വെച്ച് പുലർത്തുന്നില്ല, പറയുന്നുമില്ല. അതേസമയം CPM-ൽ ബന്ധപ്പെട്ട ചിലരുടെ കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുമുണ്ട്. എന്നാൽ അത് ഞാൻ ഏതെങ്കിലും വ്യക്തികളെയല്ല, ചില പ്രവണതകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് മനു ഇപ്പോൾ പറയുകയും ചെയ്തല്ലോ. ആ പ്രവണതകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടുക തന്നെ വേണം, സംശയമൊന്നുമില്ല. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്മൃതി, ഞാൻ പെട്ടെന്ന് ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, 2021 ഏപ്രിൽ 6-നായിരുന്നല്ലോ അസംബ്ലി ഇലക്ഷൻ. 5 ദിവസം കഴിഞ്ഞ് 11-ാം തീയതി ഏപ്രിൽ 11-ന് G. സുധാകരൻ ആലപ്പുഴ പറയുന്നു, എൻ്റെ പാർട്ടിയിൽ ഉൾപ്പെടെ, അദ്ദേഹത്തിൻ്റെ പാർട്ടി CPM-ൽ ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും പൊളിറ്റിക്കൽ ക്രിമിനൽസ് ഉണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി പങ്കെടുക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് പോലും, അല്ലെങ്കിൽ BJP, അല്ലെങ്കിൽ CPM-ലുള്ള ആൾക്കാർ അത് സുധാകരന്റെ നിലപാടിനെ വിമർശിക്കുകയോ അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് പറയുകയോ ഞങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെ ഇല്ല എന്ന് അവകാശപ്പെടുകയോ ചെയ്തിട്ടില്ല. സുധാകരന്റെ ഈ വാക്കുകളുടെ വിശ്വാസത്തെയും നിലപാടുകളുടെ വിശ്വാസത്തെയൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പം അത് കണ്ണൂരടക്കം എല്ലാ ജില്ലകളിലും ഉള്ളതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഓരോ ജില്ലയിലും CPM മാത്രമായിട്ടല്ല പൊളിറ്റിക്കൽ ക്രിമിനൽസ് എന്ന വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞത് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായ G. സുധാകരനാണ്. എന്റെ ബോധ്യത്തിലും അടക്കം, ഞാൻ ചർച്ച ചെയ്യുമ്പോൾ എന്റെ ബോധ്യത്തിലടക്കം എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും എല്ലാ ജില്ലകളിലും ഉള്ള കാര്യം തന്നെയാണത്. അതെനിക്കും ഏതാണ്ട് അറിവുള്ളതാണ്, നമുക്കെല്ലാവർക്കും അറിയുള്ളതാണ്. പക്ഷേ ഇവിടെ മനു തോമസ് അത്തരം ഒരു പ്രവണത ഉണ്ട് എന്ന് ഈ ചർച്ചയിലും പറയുന്നു. ആ പ്രവണതയ്ക്കെതിരെയാണ് താൻ ശബ്ദിച്ചത്. അത് പക്ഷേ തിരിഞ്ഞു നടക്കേണ്ടി വന്നു, അവിടുന്ന് പിൻവാങ്ങേണ്ടി വന്നു. പിൻവാങ്ങി മാറി നിൽക്കുന്നു, മറ്റൊരു രാഷ്ട്രീയ കക്ഷിയിലേക്ക് പോവില്ല. ഇന്ന് ഉച്ചയ്ക്ക് മറ്റൊരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ മാർട്ടിൻ ജോർജ് ആയിരുന്നു, DCC പ്രസിഡന്റ് കണ്ണൂര്, അദ്ദേഹമാണ് പങ്കെടുത്തത്. അദ്ദേഹം ഈ കാര്യം തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് മനു തോമസിന് CPM-നോടോ ഇടതുപക്ഷത്തിനോടോ ഉള്ള വിയോജിപ്പോ വിരോധമോ ഒന്നും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല. സ്വന്തം നിലപാട് ഉറച്ചു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ CPM-ലെ ചില കാര്യങ്ങളോട് അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട്, വ്യക്തികളോടുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മറ്റൊരു നിലപാടിലേക്ക് പോകുമെന്ന് കരുതാത്ത ആളാണ് ഞാൻ. മനു മറ്റൊരു നിലപാടെടുക്കുന്നു എന്നുള്ളതല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മനു ഒരു പാർട്ടിയിലേക്ക് പോകുന്നു എന്നുള്ളതല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ പാർട്ടി തെറ്റുതിരുത്തലിലേക്ക് കടക്കുന്നു, തെറ്റുതിരുത്തി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നു എന്ന അടക്കമുള്ള പ്രസ്താവനകൾ പാർട്ടി നേതൃത്വം തന്നെ നടത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് പാർട്ടിയുടെ ഒരു വലിയ മോശം പ്രവണത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പഴയ നേതാവ് രംഗത്ത് വരുന്നത്. അപ്പോൾ അതിന്മേൽ എന്ത് പരിശോധന നടത്തും എന്നെങ്കിലും ജനത്തോട് പറയണ്ടേ? ഞങ്ങളിതാ തിരുത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ തിരുത്തേണ്ട ഒരു വിഷയമായി ഇതിനെ കാണുന്നില്ല എന്നാണോ? അല്ല, താങ്കളുടെ ഈ ചോദ്യത്തിനുള്ള മറുപടി മനു തന്നെ പറഞ്ഞു കഴിഞ്ഞു ഈ ചർച്ചയിൽ തന്നെ. കാരണം
CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം 28, 29, 30 തീയതികൾ ഡൽഹിയിൽ നടക്കുന്നത് ഇത്തരം പ്രവണതകളെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ലോ സ്വാഭാവികമായും. അത് അദ്ദേഹം പറയുകയും ചെയ്തല്ലോ. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യും. സ്വാഭാവികമായും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിക്കും. അതിന്മേൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് പറയാനുള്ള ചർച്ചകൾ അവിടെ നടക്കുകയും ചെയ്യും. കണ്ണൂർ എന്ന ജില്ലയിൽ ഇത്തരം ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചർച്ചയല്ലല്ലോ അവിടെ നടക്കുക. അത് സംസ്ഥാന തലത്തിലാണ് തെറ്റുതിരുത്തൽ ഉണ്ടാവേണ്ടത്. അതിനുള്ള നിർദ്ദേശങ്ങൾ നിശ്ചയമായി അവിടെ ഉണ്ടാവുകയും ചെയ്യും കേന്ദ്ര കമ്മിറ്റിയിൽ. അങ്ങനെയാണല്ലോ ആ പാർട്ടിയിൽ ഉണ്ടാവുന്നത്. ഒരു കേഡർ പാർട്ടിയിൽ അങ്ങനെ ചെയ്യാനും പാർട്ടി സെക്രട്ടറി പറഞ്ഞ തിരുത്തൽ എന്ന പ്രതികരണത്തെ കുറിച്ചാണ് താങ്കളോട് ചോദിച്ചത്. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ ഇപ്പോൾ പി ജയരാജനെ തീരുമാനമെടുക്കുമെന്നല്ലോ നമ്മൾ പറയുന്നത്. അഭിജിത്ത്, ഇപ്പോൾ ജയചന്ദ്രൻ പറഞ്ഞത് കേട്ടല്ലോ, എല്ലാ പാർട്ടികളിലുമുണ്ട് തിരുത്തൽ എന്ന 4 അക്ഷരത്തിലല്ലല്ലോ പ്രാധാന്യം. തിരുത്തൽ എന്ന 4 അക്ഷരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പൊളിറ്റിക്കൽ കറക്ഷൻ എങ്ങനെയാണ് നടത്തുക എന്നുള്ളത് ഇത് ആദ്യത്തെ കാര്യമല്ലല്ലോ. തിരുത്തൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് വരണം എന്നതല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. തിരുത്തൽ ഇവിടെ പാർട്ടി എന്ത് തിരുത്തുന്നു എന്നുള്ള ചോദ്യം കൂടിയാണ്. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് അവിടുന്ന് ഉത്തരവായി വന്നിട്ട് നടപ്പാക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല സംസാരിച്ചത്. KM അഭിജിത്ത്, ഇപ്പോൾ ജയചന്ദ്രൻ പറഞ്ഞത് കേട്ടല്ലോ. ഇപ്പോൾ പൊളിറ്റിക്കൽ ക്രിമിനൽസ് എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, നമ്മുടെ സമയക്കുറവുള്ളതുകൊണ്ടാണ് എല്ലാവരിലേക്കും പോകണം. പൊളിറ്റിക്കൽ ക്രിമിനൽസ് എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുണ്ട്, കോൺഗ്രസിലും ഉണ്ടാകാം, CPM-ലുമുണ്ട് എന്ന നിലയ്ക്ക് അതിനെ സാമാന്യവൽക്കരിക്കുന്നു. ഇതിൽ നിങ്ങളുടെ പാർട്ടിയിൽ ക്രിമിനലുകളില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ലല്ലോ അഭിജിത്ത്. അപ്പോൾ എങ്ങനെയാണ് അതിന് മറുപടി നൽകുന്നത്? അല്ല സ്മൃതി, 2 കാര്യം. ഒന്ന്, ജി സുധാകരനെ പോലെ സ്വാഭാവികമായിട്ടും മുതിർന്ന ഒരു നേതാവ് പൊളിറ്റിക്കൽ ക്രിമിനലുകളെ കുറിച്ചാണ് പറഞ്ഞത് എങ്കിൽ അങ്ങനെയുള്ള ജി സുധാകരനെ പൊളിറ്റിക്കൽ ക്രിമിനലാണ് ജി സുധാകരൻ എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം CPM-ന്റെ ഒരു MLA ആണ്. അപ്പോൾ ഇവർ തിരുത്താൻ തയ്യാറല്ല എന്നും വിമർശനം ഉന്നയിക്കുന്ന ആളുകളെ ശരിപ്പെടുത്താനാണ് തങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതുമെന്നും CPM പ്രഖ്യാപിക്കുന്നത് നമ്മൾ കാണുകയാണ്. ശരി, അതവിടെ നിൽക്കട്ടെ. ഇപ്പം നേരത്തെ പ്രതീക്ഷയാണോ അല്ലെങ്കിൽ വിശ്വാസമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിന്ന് ചോദിച്ചു. CPM തിരുത്തുമോ? എവിടെയാണ് സ്മൃതി CPM തിരുത്തുന്നത്? നോക്കൂ, 2015 നമുക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വടകര പാർലമെന്റിൽ 2 ഇടത്ത് ബോംബ് സ്ഫോടനങ്ങളിലായി 2 പേർ മരണപ്പെട്ടത്. അന്ന് CPM ആ ബോംബ് സ്ഫോടനങ്ങളെ എല്ലാം തള്ളി പറഞ്ഞു. പക്ഷേ 2015 ഇതേപോലെ ഒന്നും ഉണ്ടായിരുന്നു. 2015 പാനൂർ ചെറ്റക്കണ്ടിയിൽ ഷൈജു എന്നും സുബീഷ് എന്നും പറയുന്ന 2 CPM പ്രവർത്തകർ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചു. അന്ന് കോടിയേരി ബാലകൃഷ്ണനാണ് CPM-ന്റെ പാർട്ടി സെക്രട്ടറി. അന്ന് പാർട്ടി സെക്രട്ടറിയും CPM-ഉം ആ ബോംബ് സ്ഫോടനത്തെയും ബോംബ് ഉണ്ടാക്കിയവരെയും തള്ളിപ്പറഞ്ഞു. കൃത്യം 9 വർഷക്കാലത്തിനിപ്പുറത്ത് ഈ വർഷമാണ് ആ 2 ചെറുപ്പക്കാർക്ക് പാർട്ടി സ്മാരകം പണിയുകയാണ്. ഇതാണ് CPM-ന്റെ തിരുത്തൽ. ഇതിൽ എന്ത് പ്രതീക്ഷയാണ് നമുക്ക് വെക്കാൻ സാധിക്കുക? ഇനി അത് പോകട്ടെ, TP ചന്ദ്രശേഖരന്റെ കാര്യം കൂടി പറഞ്ഞു വെച്ചേ മതിയാകും. TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊന്നതിന് ഇപ്പുറത്ത് 12 വർഷത്തിനിപ്പുറത്തും ആ പകയും വെച്ച് തന്നെയല്ലേ CPM മുന്നോട്ട് പോകുന്നത്? TP ചന്ദ്രശേഖരനെ അരുംകൊല ചെയ്ത ഷാഫിയുടെ കല്യാണം നടത്തി കൊടുത്തത് തലശ്ശേരിയിലെ MLA അല്ലായിരുന്നോ? CPM നേതാക്കൾക്ക് നിർബാധം, ഈ കൊലപാതക കേസിലെ പ്രതികൾക്ക് നിർബാധം പരോൾ അനുവദിച്ചത് CPM-ന്റെ ഭരണത്തിൽ പിണറായി വിജയൻ അല്ലായിരുന്നോ? ഇതേ CPM ക്രിമിനലുകൾക്ക് ജയിലിൽ എല്ലാ സൗകര്യവും നടത്തിയത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടമല്ലായിരുന്നു? ഏറ്റവും ഒടുവിൽ നോക്കൂ നിങ്ങൾ, ഹൈക്കോടതി പോലും ഇനിയൊരു പരോളിന് ഈ പ്രതികൾക്ക് സൗകര്യം ഉണ്ടാകരുത്, സാഹചര്യം ഉണ്ടാകരുത് എന്ന് പറയുമ്പോഴാണ് വീണ്ടും ഇതേ പ്രതികളെ പുറത്തിറക്കാൻ വേണ്ടി CPM ശ്രമിക്കുന്നത്. അത് സഭയിൽ ചർച്ച ചെയ്യുമ്പോഴാണ്, സഭയിൽ ജനങ്ങളുടെ വിഷയത്തേക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹൈക്കോടതി ഉത്തരവ് പോലും അട്ടിമറിക്കുന്ന, കേരളത്തിന്റെ പൊതുമനസാക്ഷിയെ ചോദ്യം ചെയ്യുന്ന, പൊതുമനസാക്ഷിയെ വെല്ലുവിളിക്കുന്ന നടപടികൾ ഉണ്ടാകുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന കേരളത്തിന്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി മറുപടി പറയേണ്ടിടത്ത് ഈ പറയുന്ന അടിയന്തര പ്രമേയം അനുവദിക്കാത്തത് പോട്ടെ, മുഖ്യമന്ത്രി മറുപടി പറയേണ്ട സാഹചര്യം സൃഷ്ടിക്കേണ്ട സ്പീക്കർ പോലും പക്ഷപാതപരമായിട്ട് ഒരു കാരണവശാലും ഇടപെടാൻ സാധിക്കാത്ത, ഇടപെടാൻ പാടില്ലാത്ത സ്പീക്കർ ഒരു പക്ഷത്തിന്റെ സ്പീക്കറായി മാറുന്ന കാഴ്ച നമ്മൾ കാണുകയല്ലേ? അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ കൊലപാതകങ്ങൾക്ക് ഞങ്ങൾ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് നൽകുന്നു ഈ ഗവൺമെന്റ്. ഈ കൊട്ടേഷൻകാർക്ക് ഞങ്ങൾ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് നൽകുന്നു ഈ ഗവൺമെന്റ്. ഈ പറയുന്ന ലഹരി മാഫിയക്കാരന്, സ്വർണം പൊട്ടിക്കുന്നവന്, സ്വർണം കടത്തുന്നവന്, ആളുകളെ വെട്ടിക്കൊല്ലുന്നവന് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് CPM നൽകുന്ന ഉറപ്പാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ആ ഉറപ്പിന്റെ ഭാഗമായിട്ടാണ് അതിനോട് സന്ധി ചെയ്യാൻ തയ്യാറല്ലാത്തൊരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് വരുന്നത്. ഞാൻ ഇവിടെ വെച്ച്, ഈ ഫ്ലോറിൽ വെച്ച് മനു തോമസ് എന്ന് പറയുന്ന മനുഷ്യന്റെ നിർഭയത്വത്തെ അഭിവാദ്യം ചെയ്യുകയാണ്. CPM-ന്റെ
ഗിമ്മിക്ക് കാണിച്ച് ഇതേപോലത്തെ കുറച്ച് കൊട്ടേഷൻ നാറികൾ, ഈ പറയുന്ന തില്ലങ്കേരിക്കാരനും ആയഞ്ചേരിക്കാരനും ഒക്കെയുള്ള ആളുകൾ, ഇതുപോലുള്ള ആളുകളുടെ വെല്ലുവിളിക്ക് മുൻപിൽ, അങ്ങ് ശരിപ്പെടുത്തി കളയുമെന്നുള്ള വെല്ലുവിളിക്ക് മുൻപിൽ നീ നിന്റെ പണി നോക്കി പോടാ എന്ന് പറയുന്ന മനു തോമസിന്റെ ആർജവത്തെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. അതിന്റെ കൂടെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഈ ചെറുപ്പക്കാരന്റെ ന്യായമായ പോരാട്ടങ്ങളിൽ ഞങ്ങൾ ആ ചെറുപ്പക്കാരനൊപ്പം നിൽക്കുക തന്നെ ചെയ്യും. അത് ഈ നാടിന്റെ ആവശ്യകതയാണ് എന്ന് കൂടി പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ശരി, ശ്രീ കെ സി ഉമേഷ് ബാബു, കണ്ണൂരിലെ രാഷ്ട്രീയം കൃത്യമായി അറിയുന്ന ആളെന്ന നിലയ്ക്ക് ഇത് പി ജയരാജൻ എന്നൊരു നേതാവിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ ഈ പറഞ്ഞ മോശം പ്രവണത? അല്ല, ഇതെന്താണെന്നറിയോ, ഇതില് പലപ്പോഴും എനിക്ക് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളോടൊക്കെയുള്ള ഒരു വലിയ പരാതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് നമ്മളെ എന്താ ചോദിച്ചു കഴിഞ്ഞാല് സ്വർണം പൊട്ടിക്കൽ സംഘം, സ്വർണം കള്ളക്കടത്ത് സംഘം, അങ്ങനെയൊന്നും അല്ല ഇത് സായിപ്പിന്റെ ഭാഷ നമ്മൾ കടമെടുക്കണം. എനിക്ക് ഓർമ്മയുണ്ട് പഴയ എന്റെയൊക്കെ ചെറുപ്പകാലത്തെ ഈ ഉത്തരേന്ത്യൻ പത്രങ്ങളിലെ ക്രൈം റിപ്പോർട്ടിങ്ങുകളൊക്കെ വായിച്ച ഒരു പരിചയം എനിക്കുണ്ട് ആ കാലത്ത്. ആ റിപ്പോർട്ടർമാരെയൊക്കെ വാസ്തവത്തില് ഈ എത്ര മഹാന്മാരായിരുന്നു അവരൊക്കെ ഞാൻ ഓർക്കുകയാണ് പത്രപ്രവർത്തകർ. ഇത് സായിപ്പിന്റെ ഭാഷയിലാ പറയേണ്ടത് സ്മൃതി, ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനു തോമസ് എന്ന് പറയുന്ന ആളിന്റെ ഈ പ്രശ്നം എങ്ങനെയാ വഷളായത്? CPM-ന്റെ ജില്ലാ കമ്മിറ്റി മനു തോമസിനെ ഒഴിവാക്കിയതായിട്ട് പറഞ്ഞു. അതിന് പകരം ഒരാളെ എടുത്തു. അതിനവരൊരു കാരണവും പറഞ്ഞു ഔദ്യോഗികമായിട്ട്. കാരണം ജില്ലാ സെക്രട്ടറി ആണല്ലോ ഔദ്യോഗിക നിലപാട് പറയുന്നയാള്. അയാൾ പറഞ്ഞു, ഇയാൾ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല, 1 വർഷത്തിൽ 1.5 വർഷമായിട്ട് പാർട്ടി പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നില്ല, അതുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു പോയതാണ്, അതുകൊണ്ട് ഞങ്ങള് അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വേറൊരാളെ എടുത്തു എന്ന് പറഞ്ഞു. അവിടെ കഴിയേണ്ടതാണ് ഈ പ്രശ്നം. മനു തോമസ് പോയ ഒരാളാണ്, അയാൾക്കും അതിൽ പരാതിയില്ല. പക്ഷെ ഉടനെ രംഗത്ത് വരുന്ന ആരൊക്കെയാണ്? ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റുകൾ. അതാണ് ഞാൻ ജയേന്ദ്രനെ പോലുള്ള ആളുകൾ പത്രക്കാരാണല്ലോ, അവരോട് ഒക്കെ അറിയില്ല. നിങ്ങൾ റിപ്പോർട്ടർ വലിയ ചാനലാണ്, കേരളത്തിലെ ടെലിവിഷൻ അതുപോലെ പ്രിന്റ് മീഡിയ ഒക്കെ ഉണ്ട്, അവരുടെ ഒക്കെ അറിവിൽ ഞാൻ പറയാണ്, നമ്മൾ കുറച്ച് കാണുന്ന പോലെയല്ല. ഞാൻ ഈ നാട്ടിൽ താമസിക്കുന്ന ഒരുത്തനാണ്. ഇതൊക്കെ ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റുകളാണ്, ഒരാളും 2 ആളും ഒന്നുമല്ല. ഇവരുടെ കൈ നീട്ടിയാൽ എവിടെയൊക്കെ തൊടാൻ പറ്റുമെന്നറിയോ? നേരത്തെ മനു പറഞ്ഞില്ലേ, കൊല്ലട്ടെ, കാരണം അവർക്കൊക്കെ അത് ചെയ്യാൻ സാധിക്കും. ഞാൻ ഒറ്റ ഒരാളാണെന്ന് പറയുന്നത് അയാളുടെ നിസ്സഹായതയല്ല, കേരളീയ സമൂഹത്തിന്റെയും കണ്ണൂർ ജില്ലയുടെ ഒക്കെ ഒരു സമകാലിക യാഥാർത്ഥ്യമാണ്. ഇപ്പൊ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞില്ലേ, ഒരു കേസും കൊടുക്കൂല സ്മൃതി. കേസ് നിൽക്കുവോ? വാർത്ത വായിച്ചാൽ ഇപ്പൊ ഏഷ്യാനെറ്റിലെ അനൂപ് ബാലചന്ദ്രനെതിരെയും കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ ആരൊക്കെയോ ഫ്ലാഷ് കാണിക്കുന്ന ഞാൻ കണ്ടു. അങ്ങനെ ഒരു കേസ് നിൽക്കുവോ? അങ്ങനെ കൊടുക്കാൻ പറ്റും? അയാളെങ്ങനെ അതിൽ പ്രതിയാവുക? മനു തോമസ് പറഞ്ഞ കാര്യങ്ങൾക്ക് ആങ്കർ ചെയ്ത ഒരാൾ പ്രതിയാകുകയാണെങ്കിൽ ഈ ജയചന്ദ്രനൊക്കെ ഒരു 100 കേസിലോ 1000 കേസിലോ പ്രതിയാവേണ്ടി വരില്ലേ? എന്തെല്ലാം എഴുതിയിട്ടുണ്ട് ജയേന്ദ്രൻ? ഇത് എന്താ വെള്ളരിക്ക പട്ടണം? ഇതൊരു വെള്ളരിക്ക പട്ടണമാക്കി തീർത്തിരിക്കുന്നു CPM. ഇത് ഒരു കേസും ഉണ്ടാവില്ല. ഞാൻ എഴുതിത്തരാം നിങ്ങൾക്ക്. ഒരു കേസും ഇല്ല. വക്കീൽ നോട്ടീസ് അയക്കുമായിരിക്കും. എത്ര വക്കീൽ നോട്ടീസ് ആർക്കൊക്കെ എതിരായിട്ട് അയച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാം. അവിടെ തീരും ഇത്. കാരണം ഈ ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ് നടത്തി കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു പോയാൽ റിപ്പോർട്ടർ ചാനലിന് അനേക ദിവസങ്ങൾ കൊണ്ടും പറഞ്ഞു തീർക്കാനാവില്ല. ഞാൻ തരാം കുറെ വിവരങ്ങൾ. പറഞ്ഞു തീർക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങളൊരു ടെലിവിഷൻ ചാനലിലെ മുഴുവൻ സമയം ഉപയോഗിച്ചാലും പറഞ്ഞു തീർക്കാനാവാത്ത, കാരണം ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ് ആയതുകൊണ്ടല്ലേ ഇയാളെ ഞങ്ങൾ ശരിപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് പരസ്യമായിട്ടല്ലേ പറയുന്നത്. പ്രതികരണം ഉണ്ടായോ? പോലീസിന്റെ ഭാഗത്ത് പ്രതികരണം ഉണ്ടായോ? പാർട്ടിയുടെ ഭാഗത്ത് പ്രതികരണം എന്തുകൊണ്ടുണ്ടാവുന്നില്ല? കേരളത്തിലെ മാധ്യമ ലോകത്തോട് ഞാൻ ചോദിക്കുന്നു. അതിൽ ജയേന്ദ്രനും കൂടി പെടുമല്ലോ. ജയേന്ദ്രൻ മറുപടി പറ, എന്തുകൊണ്ടുണ്ടാവുന്നില്ല? സുവമോട്ടമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യണ്ടല്ലേ, FIR ഉണ്ടല്ലേ? മനു തോമസ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പൗരനാണ്, ഒരു മലയാളിയാണ്. അയാളെ ബാക്കിയൊക്കെ കളയും. അയാളെ പാർട്ടിയോട് കളിച്ച് അയാളെ ശരിപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിയെ കളിയാക്കിയ പോസ്റ്റ് ഇട്ടിട്ട് എത്ര ആൾക്കാർ കേസ് എടുത്തിട്ടുണ്ട്? ചെറിയ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ അഖില നന്ദകുമാർ, പട്ടിക പറയണോ, സിന്ധു സൂര്യകുമാർ, ഈ പറയുന്ന ഏഷ്യാനെറ്റിലെ ഷാജഹാൻ, ഈ ആളുകൾക്കെതിരെ കേസെടുത്തിട്ടില്ലേ ഈ പോലീസ് സംവിധാനം നശിച്ചുപോയോ കേരളത്തില്? അതാണ് പ്രശ്നം. നമ്മൾ വിചാരിക്കുന്നിടയ്ക്കൊന്നല്ല. ഒരു രാത്രിയത്തെ 9 മണി ഈ പറഞ്ഞ 8-9ന്റെ ചർച്ചയുടെ പ്രശ്നമല്ല ഇത്. ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റുകൾ ഭരിക്കുകയാണ് ഇവിടുത്തെ ഈ പാർട്ടിയൊക്കെ. അതുകൊണ്ട് അവർക്കിത് പറയാൻ പറ്റും, ഞങ്ങൾ മനു തോമസിനെ കൊല്ലൂ എന്ന് പരസ്യമായി പറയാൻ പറ്റും. പോലീസുകാരെ റോന്തി വെക്കുകയാണോ വേണ്ടത്? അങ്ങനെയാണോ ചെയ്യേണ്ടത്?
ഞാൻ ഈ നാട്ടിൽ കുറെ കാലമായി ജീവിക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെയാണോ? ഞാനിത് കുറെ അനുഭവിച്ച, അതുകൊണ്ടാണ് പറഞ്ഞത്. ശരി, ഇതൊക്കെ ഇത്രത്തോളം അനുഭവിച്ച ഈ ജീവിതം ഇത്രത്തോളം ഗുരുതരമായ കടന്നുപോയ ആരോപണങ്ങൾ ഉയരുമ്പോൾ വ്യാജോക്തി എന്ന വാക്കിൽ ഒതുക്കാമോ, അഭ്യൂഹം എന്ന വാക്കിൽ ഒതുക്കാമോ എന്ന് പാർട്ടി ചിന്തിക്കട്ടെ. ഒറ്റ വാക്യം കൂട്ടിച്ചേർക്കണം എനിക്കിത്. ഉം. ഇങ്ങനെ പരസ്യമായിട്ട് മനു തോമസിനെ ശരിപ്പെടുത്താൻ അറിയാം എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് ഇട്ട് കഴിഞ്ഞാല് മനു തോമസിന്റെ വീട്ടിന്റെ പരിസരത്ത് റോന്തി വെക്കുകയാണോ പോലീസ് തന്നെ ചെയ്യേണ്ടത്? ആണോ? സ്മൃതി പറയാം. ഒരു പത്രപ്രവർത്തക എന്നുള്ള നിലയിൽ കേരളത്തിലെ പൊതുസമൂഹത്തെ ദീർഘകാലമായിട്ട് അറിയുന്നവർ അതാണോ ചെയ്യേണ്ടത്? ജനാധിപത്യ വാഴ്ചയുള്ള ഒരു നാട്ടിൽ അതാണോ ചെയ്യേണ്ടത്? അല്ലല്ലോ. ഭീഷണി മുഴക്കിയ ആളുകൾക്കെതിരായിട്ട് നിയമപരമായ നടപടി എടുക്കല്ലേ ചെയ്യേണ്ടത്? എന്താണ് ഇല്ലാത്തത്? ഒരു തിരുത്തലും ഉണ്ടാവില്ല. ഇവരെല്ലാം ഇതിന്റെ ഭാഗമാണ്. ആരൊക്കെ എന്ത് എങ്ങനെയെന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ദിവസം സംസാരിക്കാം. പക്ഷേ അത് ഈ പറയുന്ന ഒരു ചെറിയ സമയം കൊണ്ടൊന്നും സംസാരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഈ പറയുന്ന കാര്യത്തിന് നേരെ ഒരു ചോദ്യം ഉന്നയിച്ച ഒരു ചെറുപ്പക്കാരൻ, ഒരു ചന്ദ്രശേഖരനെ 12 വർഷം മുമ്പ് തീർത്തതാണ് അയാളുടെ ചോദ്യങ്ങളുടെ പുറത്ത്. പക്ഷേ ഉമേഷ് ബാബു, താങ്കൾ പറഞ്ഞതുപോലെ ഈ സമയം മതിയാവില്ല. ഉത്തരം പറയേണ്ടവർ മറുപടി പറയുന്നുമില്ല. അവരിൽ നിന്ന് വൈകിയെങ്കിലും മറുപടി പ്രതീക്ഷിക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.